ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അഥവാ നമ്മോട് നിർബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നിർബന്ധമായത്, നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നിർബന്ധമായ കാര്യം തൗഹീദിനെ കുറിച്ച്. ഈ ഒരു തൗഹീദിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ കാര്യമാണ്. അതല്ല, മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മനുഷ്യരെയും ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ഒരു തൗഹീദ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു നമുക്ക് നിസ്കാരവും നോമ്പും തുടങ്ങിയ ഇബാദത്തുകളുമെല്ലാം നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് ഈ തൗഹീദിന് ശേഷമാണ്. മനുഷ്യരോട് ആദ്യമായി ദീനിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പറഞ്ഞുകൊണ്ടാണ്. ഓരോ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ സമുദായങ്ങളിലേക്ക് അയച്ചത് ഈ തൗഹീദ് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദിനെ കുറിച്ച് നന്നായി പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മളൊക്കെ ഒരുപാട് തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ മുവഹിദീങ്ങളാണ്, നമ്മൾ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിയാറില്ല, നമ്മൾ സഹായം ചോദിക്കുന്നെങ്കിൽ റബ്ബിനോടെ ചോദിക്കാറുള്ളൂ, നമ്മൾ പ്രയാസം വന്നാൽ റബ്ബിനോടെ പറയാറുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ തൗഹീദിനെയും പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ പിശാച് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു വസ്വാസാണത്. പിശാച് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു ദുർബോധനമാണത്. തൗഹീദൊന്നും ഇനി അധികം പഠിക്കേണ്ടതില്ല, തൗഹീദൊക്കെ നമ്മൾ മനസ്സിലാക്കി കളഞ്ഞു എന്നുള്ള ചിന്ത തന്നെ ഏറ്റവും നമ്മെ പിഴവിലേക്ക് നയിപ്പിക്കാൻ പിശാച് കൊണ്ടുവന്ന ഒരു തന്ത്രമാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തൗഹീദിന് വേണ്ടി അങ്ങേയറ്റം ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ആളുകൾ അദ്ദേഹത്തെ വലിയൊരു അഗ്നികുണ്ഡമുണ്ടാക്കി അതിലേക്ക് എറിയാൻ പോലും തയ്യാറായ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തൗഹീദിന് വേണ്ടി അദ്ദേഹം അഹോരത്രം പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തൗഹീദിന് വേണ്ടി നാടുകൾ വിടേണ്ടി വന്നിട്ടുണ്ട്, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്വന്തം ഉപ്പയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് നോക്കൂ, അദ്ദേഹം ഈ ബിംബങ്ങളെ, അന്നുണ്ടായിരുന്ന ബിംബങ്ങളെ അതിനെതിർത്തുകൊണ്ട് അതിനില്ലാതാക്കിയ ആളാണ്. അങ്ങനെയെല്ലാം ഉണ്ടായിട്ടും അവസാനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബി വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബേ എന്നെയും എന്റെ സന്താന പരമ്പരയെയും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം
ഇങ്ങനെല്ലാം തൗഹീദിന് വേണ്ടി പണിയെടുത്ത് അതിനുവേണ്ടി പ്രയാസപ്പെടുത്ത് കേവലം നമ്മളെ പോലെ തൗഹീദ് ഉൾക്കൊണ്ട് സമാധാനത്തോടുകൂടി കഴിയുകയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അള്ളാഹുവിന്റെ അംബിയാക്കളിൽ അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ആളാണ്. അതിനുവേണ്ടി പണിയെടുത്ത ആളാണ്. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും അദ്ദേഹം വിനയത്തോടുകൂടി റബ്ബിനോട് ചോദിക്കുന്നത് ഈ വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കുന്നതിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സലഫുകളിൽപ്പെട്ട മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, വമൻ യഅമനു അനിൽ ബലാ ബഅദൽ ഇബ്രാഹിം. അൽ ബലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പരീക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ്. ഈ ഷിർക്കിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാളും നിർഭയത്വം ഉള്ള ആരാണുള്ളത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്നിൽ ഷിർക്ക് സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തൗഹീദ് കിട്ടി, ഇനി അതൊരിക്കലും എനിക്ക് നഷ്ടപ്പെടുകയില്ല, ഞാൻ മുവഹിദായിട്ട് തന്നെ മരണപ്പെടും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ചുകൂടാ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുനിയാവിൽ നമ്മുടെ ചുറ്റും ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മേക്കാളും എത്രയോ ബുദ്ധി കൊണ്ട് കൂടിയ ആളുകളായിരിക്കും അല്ലെ. അവരുടെ കണക്ക് പ്രകാരം അവരുടെ IQ ടെസ്റ്റുകളൊക്കെ നോക്കിയാൽ നമ്മേക്കാളും എത്രയോ ലെവലിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ ദുനിയാവിലുണ്ട്. നമ്മേക്കാളും ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതികൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ബുദ്ധിയും തന്റെ ശരീരവും അതിനുവേണ്ടി അധ്വാനിച്ച് പണിയെടുത്ത ആളുകളുണ്ട്. അവരങ്ങനെ കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല, തൗഹീദിനെ കുറിച്ച് അവർക്ക് അറിയുകയില്ല. ഇത്രയെല്ലാം ബുദ്ധിയും കഴിവുമെല്ലാം അവർക്കുണ്ടായിട്ടും അവരിൽ രണ്ടാലൊരു രീതിയാണ് അവർ നമ്മൾ കാണുന്നത്. ഒന്നുകിൽ ഈ കാര്യങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് അവരൊരു റബ്ബിനെയും ആരാധിക്കുകയില്ല, തീർത്തും നിരീശ്വരവാദികളായി അവർ തീർന്നിട്ടുണ്ടാകും. അതല്ല എങ്കിൽ വളരെ വിഡ്ഢിത്തപരമായിട്ട് തന്നെ അവനേക്കാളും കഴിവുകെട്ട ആളുകളിലേക്ക്, അതല്ലെങ്കിൽ അവനെപ്പോലെ തന്നെയുള്ള എല്ലാ ദുർബലതയുമുള്ള തനിക്ക് ചുറ്റുമുള്ള സകല കാര്യങ്ങളിലേക്കും ആവശ്യമുള്ള മനുഷ്യരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമ്മുടെ നാടുകളിൽ പോലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര വലിയ ദറജയിലുള്ള എത്ര വലിയ പോസ്റ്റുകളിലുള്ള അധികാരി വർഗങ്ങൾ പോലും അവര് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അവരെക്കാളും യാതൊരു കഴിവുമില്ലാത്ത, ഇനി സാമ്പത്തികമായിട്ടാകട്ടെ, അതല്ല ശാരീരികമായിട്ടാകട്ടെ, അതല്ല എന്തെങ്കിലും ഒരു പ്രത്യേകമായ കഴിവുണ്ട് അവരെക്കാളും കഴിവ് കുറഞ്ഞ ആളുകളിലേക്ക് അവർക്ക് പോകേണ്ടി വരികയാണ്. എത്രത്തോളം അവരെക്കാളും മനുഷ്യവർഗം അവർക്ക് അവരെക്കാളും കഴിവില്ലാത്ത മൃഗങ്ങളിലേക്ക് തിരിയുന്ന അവസ്ഥ, പാമ്പുകളിലേക്ക്, എലികളിലേക്ക്, അതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളിലേക്ക് അവർ പ്രാർത്ഥനയുമായി അവർ വിനയത്തോടുകൂടി തിരിയുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും നമുക്കൊക്കെ കിട്ടിയ നിഅമത്ത് എത്ര വലുതാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇപ്രകാരമുള്ള ഇത്രയും കഴിവുള്ള ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പിഴച്ചു പോകാമെങ്കിൽ നമ്മളും അങ്ങനെ പിഴച്ചു പോകാനുള്ള സാധ്യത വിദൂരമല്ല. അതുകൊണ്ട് ഈ തൗഹീദ് അത് കിട്ടി എന്നുള്ളത് കൊണ്ട് നമുക്കത് നിലനിർത്തണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ ഏതേത് ഭാഗങ്ങളിൽ നിന്നും തെറ്റിയാലാണ് നമ്മൾ ശിർക്കിന്റെ വഴിയിലേക്ക് പതിക്കുക. തൗഹീദ് അതിന് അടിത്തറയുണ്ട്, അതുപോലെ തന്നെ അതിന്റെ നിർബന്ധമായ പൂർത്തീകരണവുമുണ്ട്. തൗഹീദെല്ലാം ഒരുപോലെ, തൗഹീദിന് അടിത്തറയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ നിർബന്ധമായ പൂർത്തീകരണങ്ങളുണ്ട്. ഇതൊരു വ്യക്തി പഠിക്കാതിരുന്നാൽ, മനസ്സിലാക്കാതിരുന്നാൽ പതിയെ പതിയെ അവന്റെ തൗഹീദിന് വിള്ളലുകൾ സംഭവിക്കും. അങ്ങനെ വിള്ളലുകൾ ഉണ്ടായാൽ അവസാനം അത് ഒന്നാകെ നിലംപൊത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ച് പഠിക്കണം. ശിർക്ക് കടന്നു വരുന്ന വഴികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. രഹസ്യമായി ഗോപ്യമായി ശിർക്കുകൾ കടന്നു വരുന്ന വഴികളുണ്ട്. അതൊരു പക്ഷെ നമ്മൾ അറിയാതെ പറയുന്ന വാക്കുകളിലൂടെയാകാം, അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന എന്തെങ്കിലും ചിന്തകളാകാം. അതുകൊണ്ട് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായി പഠിക്കുകയും ശിർക്കിനെതിരൊരു കോട്ട ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുകയും നമ്മുടെ കുടുംബത്തിൽ പഠിപ്പിക്കുകയും നമ്മുടെ അയൽവാസികളിലേക്കും നാടുകളിലേക്കും എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദൗത്യമാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ഒരു തൗഹീദി ദഅവത്ത് നടത്തിയതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് നമ്മുടെ പല മുസ്ലിം രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ നമ്മൾ കാണുന്നത് ഈ തൗഹീദ് ദഅവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. 200 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും ഒരുപക്ഷെ ധാരാളം ദർഗകളും അതുപോലെയുള്ള അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണത്. അവരങ്ങേയറ്റം മതപ്പതിച്ച രൂപത്തിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകൾ ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം തൗഹീദിന്റെ ദഅവത്തുമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ എങ്ങനെയാണോ അവരുടെ സമുദായത്തെ ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ക്ഷണിച്ചത്, അതേ രൂപത്തിൽ അദ്ദേഹം ക്ഷണിക്കുകയും പതിയെ പതിയെ ആളുകളെ ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് അള്ളാഹുവിന്റെ സഹായത്താൽ
അദ്ദേഹം കൊണ്ടുവരികയുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് പിന്നീട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ആ ഒരു രാജ്യവും ആ ഒരു നാടും തിരിച്ചു വന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിലേക്ക് കയറി ചെല്ലുകയും തൗഹീദിനെ കുറിച്ച് നിരന്തരം പറയുകയും അതിനുവേണ്ടി പീഡനങ്ങൾ അനുഭവിക്കുകയും 13 വർഷക്കാലം മക്കയിൽ തൗഹീദ് മാത്രമാണ് പറയുന്നത്. അവിടെ മറ്റ് ഇബാദത്തുകളൊന്നും തന്നെ അവിടെ നിർബന്ധമാക്കിയിട്ടില്ല. തൗഹീദിനെ കുറിച്ച് നിരന്തരം പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓരോ കുന്നിൻ പ്രദേശങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ, ഓരോ കുന്നുകളോ അങ്ങനെയുള്ള അദ്ദേഹത്തിന് സാധിക്കുന്ന കയറി നിൽക്കാൻ കഴിയുന്ന വസ്തുക്കളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കയറി നിന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ വിജയിക്കും. അങ്ങനെ അവിടുന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തൗഹീദിന് വേണ്ടി അവിടുത്തെ ജീവിതം മുഴുവനും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മദീനയിൽ എത്തിയതിനു ശേഷവും നിങ്ങൾ നോക്കൂ, അവിടുന്ന് തൗഹീദ് പറയുന്നത് കുറഞ്ഞിട്ടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്ന അവസ്ഥ ഈ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ അവിടുന്ന് ആ നാട് വിട്ടു പോകേണ്ടി വരുമായിരുന്നില്ല. അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയായിരുന്നു, അവിടെ ജനിച്ച നാടതാണ്. അവിടുന്ന് വിട്ടുപോകേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ ഈ തൗഹീദിന് വേണ്ടി അദ്ദേഹത്തിന് ആ നാട് വിട്ടുപോകേണ്ടി വരികയാണ്. എന്നിട്ട് പോലും മദീനയിൽ എത്തുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുഹമ്മദിൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഫഅലം, ഓ നബിയെ, താങ്കൾ മനസ്സിലാക്കണം, പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആരോടെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഇത്രയും തൗഹീദ് അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ നമ്മളോട് വന്ന് പറയുകയാണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും? എന്നോട് ആള് മാറിപ്പോ, എനിക്ക് ഞാനിവിടെ ഇങ്ങനത്തെ തൗഹീദിന്റെ പള്ളിയിൽ പോകുന്ന ആൾ തന്നെയാണ്, ഞാൻ അങ്ങനത്തെ ഇതൊന്നുമില്ല എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക. എന്നാൽ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ട ശിർക്കിനെതിരെ ദഅവത്ത് നടത്തിയത് മാത്രമല്ല, അതിൽ നിന്നും മാനസികമായും ശാരീരികമായും പോലും അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബത്തിൽ ചിലർ മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രവാചകനെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഅലം, ഓ നബിയെ, താങ്കൾ പഠിച്ചു മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അവനല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് അർഹിക്കുന്നില്ല എന്ന സത്യം നീ പഠിച്ചു മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അത്രയും കാലമുണ്ടായിട്ടും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വീണ്ടും പറയുകയാണ്. എന്നിട്ടോ മരിക്കുന്നതിന്റെ 4-5 ദിവസം മുമ്പ് സഹാബത്ത് നമുക്ക് റിവായത്ത് ചെയ്തു തരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണശയ്യയിൽ കിടക്കുകയാണ്, മരിക്കാനായിട്ടുണ്ട്. അങ്ങനെ മരിക്കുന്നതിന്റെ 4-5 ദിവസം മുമ്പ് കിടന്നുകൊണ്ട് അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന അവസ്ഥയിലും അവിടുന്ന് തൗഹീദ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദ വന്നസാർ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ലഅനത്ത് ഉണ്ടാകട്ടെ, ശാപം ഉണ്ടാകട്ടെ. എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചത്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കളുടെയും അവരിലുണ്ടായിരുന്ന അള്ളാഹുവിനെ നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്ത് ജീവിച്ച സാലിഹ്യങ്ങളെയും അവരുടെ ഖബറുകൾ ആരാധന അല്ലെ, ഇത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അങ്ങനെ തൗഹീദ് അധിഷ്ഠിതമായ ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഇസ്സത്തോടു കൂടി ജീവിച്ച മുസ്ലിമീങ്ങൾക്ക് പിന്നീട് വീണ്ടും എന്ത് സംഭവിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചരിത്രം പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാ അതേ മക്കയിൽ തന്നെ ദർഗകൾ വരികയാണ്, അതേ മദീനയിൽ തന്നെ ധാരാളം ദർഗകൾ കെട്ടിപ്പൊങ്ങുകയാണ്. അതിൽ സഹാബികളുടേത് എന്നറിയപ്പെടുന്ന ഖബറുകൾ പോലുമുണ്ട്, സഹാബികളുടേതെന്ന് അറിയപ്പെടുന്ന ഖബറുകൾ പോലുമുണ്ട്, താബിഈങ്ങളുടെ ഖബറുകൾ പോലുമുണ്ട്. അവരൊക്കെ തൗഹീദിന് വേണ്ടി ജീവൻ കളഞ്ഞ ആളുകൾ പോലുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ശിർക്ക് വീണ്ടും വരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇടയിൽ ഇപ്പോൾ തന്നെ ശിർക്ക് കൊടികുത്തി വാഴുകയാണ്. നമ്മളെക്കാളും കൂടുതൽ ആളുകൾ നമുക്ക് ചുറ്റുമുള്ളത് ശിർക്കിന്റെ ആളുകളാണ്. അത് മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്, അതല്ലാത്ത മറ്റ മുസ്ലിങ്ങളുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ശിർക്കിൽ തന്നെ കൊടികുത്തി വാഴുന്ന, ശിർക്കിൽ മുങ്ങിക്കുളിച്ചൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമുക്ക് എന്ത് നിർഭയത്വമാണുള്ളത്? ഞാനും നിങ്ങളും നമ്മുടെ സന്താന പരമ്പരയും അവർ തൗഹീദിൽ തന്നെ നിലകൊള്ളുമോ ഇല്ലേ എന്നുള്ളത് എന്ത് നിർഭയത്വമാണുള്ളത്? ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം നമുക്ക് ചരിത്രം പാഠമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും കഷ്ടപ്പെട്ട് ദഅവത്ത് നടത്തി അതിനുവേണ്ടി പരിശ്രമിച്ച മക്ക, അദ്ദേഹമാണ് കഅബ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും വിഗ്രഹങ്ങൾ വരെ ആ കഅബയിൽ മക്ക മുശ്രിക്കുകൾ ഉണ്ടാക്കി.
ആ ചരിത്രം ആലോചിച്ച് നോക്കണം. അദ്ദേഹം തൗഹീദിന് വേണ്ടി അങ്ങനെ പണിയെടുത്ത ആ ഒരു മസ്ജിദിൽ തന്നെ അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കുന്ന അവസ്ഥ. അപ്പൊ ആളുകൾക്ക് ചിന്ത എത്ര പെട്ടെന്നാണ് ദുർബലപ്പെട്ടു പോകുന്നത്, ചിന്തിക്കാൻ പറ്റാതായി പോകുന്നത്. അള്ളാഹുവിന്റെ തൗഫീക്ക് കിട്ടാതെ അവരുടെ ചിന്ത പിഴച്ചു പോകുന്നത് എത്ര പെട്ടെന്നാണ്. പിശാചിന്റെ പണി അത് പതിയെ പതിയാണ് ഉണ്ടാകുന്നത്. ഷിർക്കിന്റെ ആദ്യം വന്ന വഴികൾ ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാലത്താണ് ആദ്യമായി ഷിർക്ക് ഉടലെടുക്കുന്നത്. അത് എത്ര പെട്ടെന്ന് പതിയായിരുന്നു. അതിന് ചരിത്രം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അതേ പടി തന്നെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും അവിടെ വീണ്ടും ഷിർക്ക് വന്നു. വീണ്ടും അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആ തൗഹീദിന്റെ ആധിക്യം കാരണം ജസീറത്തുൽ അറബിൽ ഇനി പിശാച് ആരാധിക്കപ്പെടുകയില്ല എന്ന് പിശാചിന് തോന്നിയിട്ടുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം അത്രയും തൗഹീദ് അവിടെ ഉണ്ട്. അപ്പൊ പിശാചിനാണ് നിരാശ ഉണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിശാചിനാണ് നിരാശ, അവൻ നിരാശപ്പെട്ടു. ഇനി ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളും ഇവിടെ ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല എന്ന് അവന് പിഴപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പിശാചിന് തോന്നിപ്പോയി. അത്രയും ഫത്ഹാണ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായത്. മക്ക ഫത്ഹയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി തൗഹീദിലേക്ക് വന്നു. ആ ഒരു മണ്ണിൽ, ആ ഒരു നാട്ടിൽ, തൗഹീദിന്റെ മണ്ണിൽ അവിടെ വീണ്ടും ശിർക്കുണ്ടായിട്ടുണ്ട്. പിന്നീട് നാം നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം 200 വർഷം മുമ്പ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ ഏതൊരു തൗഹീദിലേക്കാണോ ശ്രമിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി ഏതൊരു ആയത്തുകളാണോ ഇറക്കിയിട്ടുള്ളത് അതേ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ ദഅവത്ത് നടത്തുകയുണ്ടായി. അങ്ങനെയാണ് ഈ തൗഹീദിലേക്ക് ആ ഒരു രാജ്യത്തിനും അവിടെയുള്ള ആളുകൾക്കും തിരിച്ചു വരാൻ സാധിച്ചത്. നമ്മുടെ ചരിത്രം കുറച്ച് പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ശിർക്കിലായിരുന്നു നമ്മുടെ മുൻഗാമികൾ ഉണ്ടായിരുന്നത് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ഒരു തലമുറ, അതല്ലെങ്കിൽ ചില ആളുകളുടെ തലമുറ ഇപ്പോൾ തന്നെ അവർക്കറിയാൻ സാധിക്കും അത്രയും ശിർക്കിലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകുകയില്ല. നമ്മുടെ സന്താന പരമ്പരകളെല്ലാം ഈ തൗഹീദിൽ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ തൗഹീദ് നമ്മൾ കൃത്യമായി അതിന്റെ അടിത്തറയോടുകൂടി തന്നെ പഠിക്കണം. അതിന്റെ ഒരു വരമ്പത്തെ കൂടി പോയി നമ്മൾ തൗഹീദിന്റെ ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞു പോകുന്ന ആളുകളാണ് ഇതിൽ ഏറ്റവും പെട്ടെന്ന് പിഴച്ചു പോകാനുള്ള സാധ്യത. കാരണം ഷിർക്ക് വരുന്ന വഴികൾ അവർ മനസ്സിലാക്കുകയില്ല. അവരതും തൗഹീദ് തന്നെയാണ്, ഇത് ഷിർക്കിനെതിരായിട്ടുള്ള ഒരു കാര്യമല്ല എന്നായിരിക്കും അവരുടെ മനസ്സിൽ പിശാച് ഉണ്ടാക്കി കൊടുക്കുക. ഒരിക്കലും പിശാച് ഷിർക്കിലേക്ക് ക്ഷണിക്കുക, ഇത് ഷിർക്കാണ്, നീ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല. പിശാച് മഅസിയത്തുകളിലേക്കും തിന്മകളിലേക്കും ഷിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ക്ഷണിക്കുക, ഇത് ഷിർക്കാണ്, നീ ഷിർക്ക് ചെയ്യൂ, ഇത് ബിദ്അത്താണ്, ബിദ്അത്ത് ചെയ്യൂ, ഇത് ഇന്ന ഹറാമാണ്, ഈ ഹറാമ് ചെയ്യൂ എന്നല്ല. പിശാച് ഷിർക്കിനെ തൗഹീദായി ചിലപ്പോൾ അവതരിപ്പിക്കും, ബിദ്അത്തുകളെ സുന്നത്തായി അവതരിപ്പിക്കും. മഅസിയത്തുകളെ ചെയ്യേണ്ടതായ ഈ സാഹചര്യത്തിൽ അനിവാര്യമായി നീ ചെയ്യേണ്ടി വരും, അത് നീ ചെയ്യണം എന്നൊക്കെ അവൻ അലങ്കൃതമായി തോന്നിക്കും. തിന്മകളെ നന്മകളാക്കി തോന്നിക്കും. അതല്ലെങ്കിൽ കാലത്തിന്റെ ആവശ്യമാണ് എന്നൊക്കെ അവൻ പറഞ്ഞു പഠിപ്പിക്കും. അങ്ങനെ പതിയെ പതിയാണ് ഷിർക്കിലേക്ക് കൊണ്ടുപോകുക. അതല്ലാതെ ഉടൻ തന്നെ ഇപ്പോ നാട്ടിലുള്ള എല്ലാ സലഫി പള്ളിയിലേക്കും പിശാച് ഒരു വിഗ്രഹം കൊണ്ടുവച്ച് എല്ലാവരും ഇതിനെ ഇബാദത്ത് ചെയ്യും, അങ്ങനെ എല്ലാവരും ഷിർക്കിലേക്ക് പോവുക, അങ്ങനെയല്ല ഉണ്ടാകുക. മറിച്ച് അവൻ പല പല വഴികളിലേക്ക് ആദ്യം അവരെ നിങ്ങളിപ്പോ തൽക്കാലം തൗഹീദ് പറയേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. തൗഹീദൊന്നും പറയേണ്ട, തൗഹീദൊക്കെ ആൾക്കാരെ കൊണ്ട് ഇവിടെ പല വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യണ്ടേ. മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങൾ ഇപ്പോഴും ഈ തൗഹീദും അല്ലെ, ചില ആളുകൾ പരിഹസിച്ച് നിങ്ങൾ കണ്ടില്ലേ, ഇവർ നടത്തുന്നത് ശ്മശാന വിപ്ലവമാണ്. കബറിൽ കിടക്കുന്ന ആളുകൾ അത് പ്രാർത്ഥിക്കരുത്, അതാണ് ഇവരുടെ ചർച്ച എന്ന് പറഞ്ഞു പോയ ആളുകളുണ്ട്. പിന്നീട് അവരുടെ അവസ്ഥ നമ്മൾ എന്താണ് കണ്ടത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ട മസ്ജിദുകളിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള, അഥവാ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളുടെ ആഘോഷം അതുപോലും മസ്ജിദുകളിലേക്ക് നടത്തുന്ന അവസ്ഥ അവർക്കുണ്ടായി. തൗഹീദിനെ അവർ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. ഈ അവസ്ഥ ആർക്കും വരുന്നതാണ്. അഥവാ ആദ്യം പിശാച് അങ്ങനെ ആയിരിക്കും. നിങ്ങളിപ്പോ തൗഹീദൊന്നും അത് പ്രചരിപ്പിക്കേണ്ടതില്ല, അത് പറയാം, പക്ഷെ അത് തന്നെ എപ്പോഴും പറയുക, അതല്ലെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ചർച്ചാ വിഷയം. നമുക്ക് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്? തൗഹീദൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഐക്യമാണ് നമുക്ക് പ്രാധാന്യം. ഞാനും എല്ലാവരും ഐക്യപ്പെടണം. മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളാണ്. അപ്പൊ തൗഹീദൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐക്യം സാധ്യമാകുകയില്ല. നമ്മുടെ ഐക്യം സാധ്യമാകണമെങ്കിൽ നമ്മൾ മറ്റു വല്ലതും ചർച്ച ചെയ്ത് നമ്മൾ വലിയൊരു ബാനറിൽ ഒരുമിക്കണം. തൗഹീദ് നമുക്ക് പിന്നെ പറയാം. ആളുകളൊക്കെ ഒരിറ്റ കൊടിക്കുയിലായി കഴിഞ്ഞാൽ
തൗഹീദ് പറയാം. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത രീതിയിൽ അവൻ വസ്വാസുകളുമായി വരും. പിന്നീട് അവൻ പറയുന്നത് തൗഹീദ് അത് പ്രചരിപ്പിക്കേണ്ടെന്ന് മാത്രമായിരിക്കുകയല്ല. അതൊന്നും നമ്മളിപ്പോ പഠിക്കേണ്ടതില്ല. നമുക്ക് വേറെ പലതും പഠിക്കാറുണ്ട്. നമുക്ക് പല കാര്യങ്ങളും കൂടെ ആളുകളെ ദാവത്തിലേക്ക് ക്ഷണിക്കാം. തൗഹീദ് അവിടെ നിൽക്കട്ടെ. പ്രവാചകന്മാർ ആദ്യമായി ഏതിലേക്കാണോ ക്ഷണിച്ചത് അത് തൗഹീദായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവെ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നീ അഹ്ലുൽ കിതാബിൽപ്പെട്ട നസ്രാണികളുടെ അടുക്കലേക്കാണ്, യമനിലേക്കാണ് നീ പോകുന്നത്. ഫഅവ്വലു മാ യദ്ഉഹും ഇലൈ അൻ യുവഹിദല്ലാഹ്, നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന തൗഹീദിലേക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ലാതെ നസ്രാണികളല്ലേ, അപ്പൊ അവരുമായി ഒക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിപ്പിടിച്ച് പിന്നെ എപ്പോഴെങ്കിലൊക്കെ തൗഹീദ് പറഞ്ഞു കൊടുക്കാം എന്നല്ല. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് നിങ്ങൾ കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, ആ രൂപത്തിലുള്ള ഹറാമുകൾ തിന്നരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരത് സ്വീകരിക്കുമായിരുന്നില്ല. അവരൊരിക്കലും അത് സ്വീകരിക്കുകയില്ല. ഈ പറഞ്ഞ പിന്നീട് ഏറ്റവും ദർജയിൽ എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഭൂരിപക്ഷവും അവർ അങ്ങേയറ്റം ശിർക്കിലും ഹറാമുകളിലും മുങ്ങിക്കുളിച്ച ആളുകളായിരുന്നു. അവരോട് ആദ്യം ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. പക്ഷേ ആദ്യം തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെക്കുറിച്ച്, അളമത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ മനസ്സിലാക്കിയ ഹൃദയങ്ങൾക്ക് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയും അലസതയും ഉണ്ടാവുകയില്ല. അള്ളാഹു ഇന്നത് ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തുപോലും അവനുണ്ടാകുകയില്ല. അതിന്റെ നേരതിക്ക് എതിരായിരിക്കും ഉണ്ടാകുക. തൗഹീദിന്റെ പ്രാധാന്യമാണ്. തൗഹീദ് ഒരാൾക്ക് അവരുടെ ഹൃദയത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. ഒരാൾ നല്ല തൗഹീദുള്ള ഒരാളാണെന്ന് പറയുക, പേശം ഒരുപാട് ഹറാമുകൾ കാണുക, അതൊരിക്കലും സാധ്യമല്ല. ഒരാളിൽ ഒരുപാട് ഹറാമുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ തൗഹീദ് വളരെ ദുർബലമായ അവസ്ഥയിലേക്കാണ്. ആ ഹറാമുകൾ കൂടുന്നതിനനുസരിച്ച് അവന്റെ തൗഹീദിന്റെ ദുർബലതയാണ് അത് അറിയിക്കുന്നത്. അവസാനം ഒരുപാട് ഹറാമുകൾ എത്തിയ പിന്നെ തൗഹീദേ വേണ്ട എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്രയോ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വഴികളിലൂടെ അവർ തൗഹീദിൽ നിന്ന് പുറത്തു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തൗഹീദിന് അത്രയും പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യമാണ്. തൗഹീദ് അത് എത്രമാത്രം നമ്മൾക്ക് ശക്തമായ ഹൃദയത്തിലുണ്ടോ അത്രമാത്രമേ അതിനുശേഷമുള്ള അതിന് മുകളിലുള്ള മറ്റ് അമലുകളും നന്നാകുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, ഇതെല്ലാം അള്ളാഹുവിങ്കൽ കൂടുതൽ സ്വീകാര്യമാകുന്നതും നമ്മുടെ തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. തൗഹീദിനെ പണ്ഡിതന്മാർ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാറുള്ളത്, തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കെട്ടിടത്തിന്റെ അടിത്തറ പോലെയാണ്. ഇസ്ലാമിനെ നീ ഒരു വീടായി ഉപമിക്കുകയാണെങ്കിൽ അതിന്റെ അടിത്തറയാണ്, അതിന്റെ ബേസ്മെന്റ് ആണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ അടിത്തറ ദുർബലമാണ് എങ്കിൽ നീ എത്ര നല്ല കെട്ടിടം കൊണ്ട്, അത് അമലുകളായി നമുക്ക് അതിനെ തുലനപ്പെടുത്താം. നീ കെട്ടിടങ്ങൾ എത്ര നല്ല ഉഷാറായിക്കൊണ്ട് അതിന്റെ കല്ലുകൾ ഉഷാറാക്കി, അതിൽ അടിക്കുന്ന പെയിന്റുകൾ വളരെ വില കൂടിയതാക്കി, കാണാൻ ഭംഗിയുള്ളതാക്കി, അതിനുവേണ്ടി നീ മറ്റെല്ലാ അലങ്കാര പണികൾ എടുത്തു വെച്ചു. പക്ഷെ അതിന്റെ ബേസ്മെന്റ്, അതിന്റെ തറ അത് വളരെ ദുർബലമായതാണെങ്കിലോ ഇതെല്ലാം കൂടി ഒന്നായി നിലമ്പെത്താൻ അധികമൊന്നും സമയം വേണ്ടി വരികയില്ല. അതുകൊണ്ട് തൗഹീദ് എത്രമാത്രം ഉറക്കുന്നുവോ എന്നതിലാണ് ബാക്കിയുള്ള കാര്യം. എന്നാൽ ബാക്കിയുള്ള കാര്യം അവിടെ നിലനിൽക്കും. എന്നാൽ ഒരാൾക്ക് തൗഹീദിൽ അതിൽ കുറവുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മാത്രമേ അതിന്റെ റിസൾട്ട് വരികയുള്ളൂ. തൗഹീദിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരത്തോട് ഉപമിച്ചത് കാണാൻ സാധിക്കും ഖുർആനിൽ. തൗഹീദിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അല്ലാഹു ഒരു മരത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ വേരുകൾ അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ശാഖകൾ അത് ആകാശത്തേക്ക് ഇങ്ങനെ പന്തലിച്ചിരിക്കുകയാണ്. അതുപോലെയാണ് തൗഹീദ്. വിശ്വാസം അവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. അതിനനുസരിച്ച് അവന്റെ അമലുകൾ ആകാശത്തേക്ക്, ഈ ചെടി എങ്ങനെയാണോ ഉയർന്നു പോയി അതുപോലെ അതിന്റെ കായ്കനികൾ എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അതുപോലെ അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ മര്യാദകൾ, അവന്റെ സ്വഭാവ ഗുണങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്ന തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുകയും അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവന്റെ കൽപ്പനകൾ ഞാൻ ജീവിതത്തിൽ പാലിക്കേണ്ടി വരികയും എന്ന് മനസ്സിലാക്കുന്നവരല്ലേ ഇതെല്ലാം നല്ല രൂപത്തിൽ ജീവിക്കേണ്ടതുള്ളൂ. അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ നല്ല സ്വഭാവം കാണിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ എന്തുകൊണ്ട് ഒരാളെ കൊല്ലാതിരിക്കണം? അവൻ എന്തുകൊണ്ട് ഒരാളെ ചതിക്കാതിരിക്കണം? അവൻ എന്തുകൊണ്ട് പലിശയും അതുപോലെ ജനങ്ങളുടെ നടുവൊടിക്കുന്ന രൂപത്തിലുള്ള, അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കണം? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നില്ല എങ്കിൽ, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ
പിന്നെന്തിനാണ് വേണ്ടി ഇതൊക്കെ ഉപേക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ പേടിക്കുന്ന ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ അമലുകൾ പരിശോധിക്കുകയും അതിനനുസരിച്ച് നന്മയാണെങ്കിൽ സ്വർഗവും തിന്മയാണെങ്കിൽ നരകവും നൽകുമെന്ന പേടിയുള്ള ആളുകൾക്കല്ലാതെ ദുനിയാവിൽ പോലും നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. തൗഹീദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ധാരാളമാണ്. ചുരുങ്ങിയ രൂപത്തിൽ ആമുഖമായി നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് കിതാബു തൗഹീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. കിതാബു തൗഹീദ് എന്നുള്ളത് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം ഹിജറ 1206 ജനിച്ച ആളാണ്. അഥവാ നമ്മളെക്കാളും 200 വർഷം മുമ്പാണ്. നാം നേരത്തെ പറഞ്ഞു ശിർക്ക് കൊടികുത്തി വാഴുന്ന ഒരു സമയത്ത് ഇന്ന് കാണുന്ന സൗദി അറേബ്യയിലെ റിയാദ് ആ ഒരു ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. നജിദ്, പണ്ട് നജിദ് എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവെ കുന്നിൻ പ്രദേശങ്ങളെയാണ് നജിദ് എന്ന് പറയുക. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നജിദ്, അതല്ലാത്ത നജിദുകളുമുണ്ട്, മറ്റു പല രാജ്യങ്ങളിലുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഷിർക്കിന്റെ ദർഗകളും അങ്ങനെയുള്ള ഖബറാരാധനകളും ഖബർ പൂജകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആ ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കിതാബാണ് കിതാബ് തൗഹീദ്. അത് ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് അതിന്റെ ഒരു ആമുഖമായിരിക്കും പറയുക. കിതാബു തൗഹീദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് പഠിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്നതും ഇത് കേൾക്കുന്നതുമായ ആളുകളെ കൃത്യമായ ബോധ്യമുണ്ട് തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ്. അവരാരും ഷിർക്കിലേക്ക് പോകുന്ന ആളുകളായിരിക്കുകയില്ല. അതല്ലെങ്കിൽ ദർഗയിലേക്കോ അതല്ലെങ്കിൽ അതെല്ലാ രൂപത്തിലുള്ള ഏതെങ്കിലും ഷിർക്കിന്റെ ഇനങ്ങളിലേക്ക് പോകുന്ന ആളുകളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനോട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, നമ്മുടെ തൗഹീദ് അത് ഭദ്രമായി ഒന്നുകൂടി ഉറപ്പിക്കണം. അതിലേക്ക് ഷിർക്ക് വരുന്ന വഴികളെക്കുറിച്ച് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്, എന്തെല്ലാം വാക്കുകളാണ് ഷിർക്കിലേക്ക് നയിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിന് ഒരു തടയിടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ബാധ്യത ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്കും നാടുകളിലേക്കും എത്തിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാകുന്ന ഖുർആനിലെ ഏതേത് ആയത്തുകളാണ് ഇതിന് തെളിവായിട്ടുള്ളത്, ഇന്ന ആയത്തുകളൊക്കെ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന ഹദീസുകളിലൊക്കെ ഇത് വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. കാരണം ആ ഖുർആനും സുന്നത്തും ഇല്ലാതെ നമുക്ക് ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ട് ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഈ ദീനിലേക്ക് വരികയില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട്ടേച്ചു പോയിട്ടുള്ള തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി. അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് 2 കാര്യം വിട്ടേച്ചു പോയിട്ടുണ്ട്, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോകുകയില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബും 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുമാണ്. അപ്പൊ നമുക്ക് വഴിപിഴക്കാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് കിതാബും സുന്നത്തുമാണ്, ഖുർആനും ഹദീസുമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ സാധ്യമാക്കുന്ന രൂപത്തിൽ ഖുർആനിൽ ഇന്ന ആയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന ഹദീസുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കിതാബ് വായിക്കുമ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ അതൊരു ഖുർആൻ തഫ്സീർ ക്ലാസ് പോലെ ആയിരിക്കും. ഹദീസിന്റെ വിശദീകരണം അത് ഹദീസിന്റെ വിശദീകരണ ക്ലാസ് പോലെ ആയിരിക്കും. ഖുർആനും ഹദീസിന്റെയും ക്ലാസ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അല്ലെ, ചില ആളുകൾ അങ്ങനെ വിമർശനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ഖുർആൻ ക്ലാസ് ആയിരുന്നു, ഇപ്പൊ ഖുർആൻ ക്ലാസ് ഇല്ല, ഇപ്പൊ പല കിതാബുകളാണ്, അങ്ങനെ എന്തൊക്കെയാണ് പഠിക്കുന്നത്. അഥവാ കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസൊന്നും അല്ല, വേറെന്തോ ആണ്, ആരോ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ എഴുതിയത്. ഒരിക്കലും അങ്ങനെയല്ല. കിതാബ് തൗഹീദ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ അദ്ദേഹം വ്യത്യസ്ത ബാബുകൾ, വ്യത്യസ്ത ഓരോ അധ്യായങ്ങളായി ഇതിൽ ക്രോഡീകരിച്ച് ഓരോ അധ്യായത്തിന്റെയും കീഴിൽ ആ അധ്യായത്തിന്റെ നാമത്തിനോട് യോജിക്കുന്ന ആയത്തുകളും ഹദീസുകളുമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തുലവും കുറവാണ്, വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ആ രൂപത്തിലാണ് ഇദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ആ ആയത്തുകൾ ഇന്ന ആയത്തുകളാണ്. സാധിക്കുമെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഇന്നിപ്പോ ആരും ഒരുപക്ഷെ ബുക്കൊന്നും എടുത്തിട്ടുണ്ടാവുകയില്ല. അപ്പൊ അത് ഇന്ന ആയത്തുകളാണ്. അത് സാധിക്കുന്ന ആളുകൾ അത് മനഃപ്പാടമാക്കാൻ പറ്റുമെങ്കിൽ മനഃപ്പാടമാക്കുക. കാരണം അതിൽ ഒരുപാട് ബറക്കത്തുണ്ടാകും. അള്ളാഹുവിന്റെ ആയത്തുകൾ നമ്മൾ പഠിച്ചിട്ടാണ് ആളുകളോട് സംസാരിക്കുന്നതെങ്കിൽ, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ അത് വലിയ ബറക്കത്തുണ്ടാകും. ആളുകൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ കലാമാണ്. നമ്മുടെ വാക്ചാതുര്യം കൊണ്ടല്ല ആളുകൾ ദീനിലേക്ക് കടന്നു വരുന്നത്, മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൊണ്ട് അതിന് തന്നെ സ്വന്തം നിലയ്ക്ക് തന്നെ ബറക്കത്തുണ്ട്. നമ്മുടെ സംസാരം അത് നല്ല രൂപത്തിൽ സംസാരിച്ചാലേ ചിലപ്പോ നന്നാവുള്ളൂ. പക്ഷേ ആയത്തുകൾക്കും ഹദീസുകൾക്കും വല്ലാത്ത സ്വാധീനമുണ്ട്. നിങ്ങൾ നോക്കൂ, എത്ര ആളുകൾ മുസ്ലിമീങ്ങൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും അവരോട് ചോദിച്ചാൽ അവർ ഖുർആൻ പരിഭാഷ വായിച്ചിട്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത്
ഖുർആനിന്റെ ആശയങ്ങൾ വളരെ കുറച്ചേ ലഭിക്കുകയുള്ളൂ. കാരണം അത് അറബിയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതും അത് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് മനസ്സിലാക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നിട്ട് പോലും അതിന്റെ സ്വാധീനം അവർക്കുണ്ടായിരുന്നു. കാരണം ആ ഖുർആൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന രീതികൾ, അതിലാണ് അവർക്ക് ദീനിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനും ഹദീസും സാധ്യമാകുന്ന രൂപത്തിൽ ഓരോ അധ്യായത്തിൽ വരുന്നത് അല്പമെങ്കിൽ അല്പം പഠിക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുന്നതിലും വലിയൊരു ഉപകാരമുണ്ടാകും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ സൗദി അറേബ്യയിലെ മുൻ മുഫ്തിയായിരുന്ന അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തേണ്ടത്? എല്ലാവരും നടത്തേണ്ടതുണ്ടോ, അതല്ല പണ്ഡിതന്മാരാണോ ദഅവത്ത് നടത്തേണ്ടത്? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും പണ്ഡിതന്മാരാണ് ദഅവത്ത് നടത്തേണ്ടത്, അഥവാ ഖുർആനും സുന്നത്തും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ. പക്ഷെ ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്ന് ജഹല് അഥവാ വിവരമില്ലായ്മ, അറിവില്ലായ്മ അങ്ങേയറ്റം വർദ്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് വിവരമില്ലാത്ത ആളുകൾക്കിടയിലാണ് വിവരമുള്ള കുറച്ച് ആളുകളുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഓരോ വ്യക്തിയും ദഅവത്ത് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. ഓരോ വ്യക്തിയും അവന് സാധ്യമാകുന്ന രൂപത്തിൽ ഖുർആനും ഹദീസും പഠിക്കുകയും ദഅവത്ത് ചെയ്യുകയും ചെയ്യേണ്ട അവസ്ഥയാണ്, അല്ലെ? അത്രയും ആളുകൾക്ക് ചുറ്റുമുണ്ട്. ഇപ്പൊ നമ്മളിൽ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്കെല്ലാം സാധിക്കുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അത് വലിയൊരു ജിഹാദായി മനസ്സിലാക്കണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നു, ശരീരം കൊണ്ട് ചെയ്യുന്ന യുദ്ധത്തിന് ജിഹാദ് എന്ന് പറയും. എന്നാൽ ഇൽമു കൊണ്ടുള്ള ജിഹാദുണ്ട്. നമ്മുടെ നാടുകളിൽ അതാണ് അത്യാവശ്യം. അത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനം. ജിഹാദ് എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? അത് കഠിന പരിശ്രമമാണ്. അപ്പൊ ഇതൊരു കഠിന പരിശ്രമമാണ്. ഖുർആനും ഹദീസും കൃത്യമായി പഠിക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റ ക്ഷമ വേണം, നല്ല താല്പര്യം വേണം. അത് കേൾക്കണം, അത് പഠിക്കണം, അത് നമ്മൾ പോയി നോക്കണം. എന്നിട്ട് ഇത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം, ആളുകളിലേക്ക് എത്തിക്കണം. ഇത് വലിയൊരു പരീക്ഷണം തന്നെയാണ്. ഇതിലൊരുപാട് ക്ഷമ വേണ്ടി വരും. ഇതിനുവേണ്ടി ഇരിക്കുന്ന ക്ലാസ്സുകളിൽ ക്ഷമ വേണ്ടി വരും. ഇത് പഠിക്കുന്ന സമയത്ത് ക്ഷമ വേണ്ടി വരും. ഇത് ആളുകളോട് പറയുന്ന സമയത്ത് പരിഹാസം ലഭിക്കും, അവരുടെ കളിയാക്കലിന് നമ്മൾ വിധേയപ്പെടും. പക്ഷെ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒഴിവായി രക്ഷപ്പെട്ട് നമ്മൾ വഴിയായി പോകുക എന്നുള്ളത് അതൊരിക്കലും ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ചെറിയൊരു സൂറത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നു, സൂറത്തുൽ അസ്റിൽ, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യന്മാരെല്ലാവരും തന്നെ നഷ്ടത്തിലാണ്. എന്നിട്ട് ആ നഷ്ടത്തിൽ നിന്നും കരകയറിയ 4 ഗുണങ്ങളുള്ള മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ ഒഴികെ, വതവാസൗ ബിൽ ഹഖ്, ക്ഷമ കൊണ്ട് പരസ്പരം ഉപേക്ഷിച്ച, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്ത ആളുകൾ, വതവാസൗ ബിസ് സബ്ർ, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസത്തിൽ ക്ഷമ അവലംബിച്ച ആളുകൾ. അപ്പൊ ഇത് നമ്മൾ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഈമാൻ ഉണ്ടാകണം. ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉണ്ടാകണം. അതല്ലാത്ത ഈമാൻ യാതൊരു കാര്യവുമല്ല. അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അബൂജഹൽ രക്ഷപ്പെടുമായിരുന്നു. മറിച്ച് ഈമാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉണ്ടാകണം. തൗഹീദ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ റിസൾട്ടാണ് അമലുകൾ ഉണ്ടാകണം, സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇത് രണ്ടും കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്നല്ല പറഞ്ഞത്. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഉപദേശിക്കേണ്ടതുണ്ട്, ആളുകൾക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. തിന്മകൾ കാണുമ്പോൾ ആളുകളോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന ഈ ഈമാൻ സ്വീകരിക്കുന്നതിലും അമലുകൾ ചെയ്യുന്നതിലും ആളുകൾക്ക് ദഅവത്ത് നടത്തുന്നതിലും ഉണ്ടാകുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അതിൽ ക്ഷമ അവലംബിക്കുകയും വേണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും അത് ബാധ്യതയായി ഏറ്റെടുക്കണം. അതല്ലാതെ കേവലം ഒരു ക്ലാസ് കേട്ട് പോകാം എന്നുള്ളത് കൊണ്ട് അത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. മറിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കണം, നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും തന്നെ നിരാശ അടയാൻ പാടില്ല. നമുക്കൊന്നും സാധിക്കുകയില്ല, ഇവിടെ ആളുകൾ നമുക്ക് ചുറ്റും ലക്ഷങ്ങളാണ്, നമ്മൾ പറയുന്നതിനെതിരാണ് ലക്ഷങ്ങളും കോടികളും ഉള്ളത്, നമുക്കൊന്നും സാധിക്കുകയില്ല എന്ന് നമുക്ക് നിരാശ ഉണ്ടാക്കി തരുന്നത് പിശാചാണ്. കാരണം നമ്മൾ നിരാശ ഉണ്ടാകുകയും നമ്മളൊക്കെ അടങ്ങിയിരിക്കുകയും ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ തന്നെ മുഴുവൻ നാട് നശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിശാചിന്റെ ആവശ്യം. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ അമ്പിയാക്കളിലേക്കും അതുപോലെ തന്നെ അവർക്ക് ശേഷം വന്നിട്ടുള്ള ദഅവത്തിന്റെ മുന്നിൽ നിന്ന ഇമാമുമാരായ ആളുകളെ കുറിച്ചും ചിന്തിച്ചാൽ അവരിൽപ്പെട്ട ഒരാളായിരിക്കും ഒരു വലിയ നാടില് മുഴുവൻ ഈ തൗഹീദ് പ്രചരിക്കാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മുൻഗാമികളായ ഇനി വലിയ പണ്ഡിതന്മാരല്ലെങ്കിൽ പോലും സാധാരണക്കാരായ ആളുകൾ പോലും അവരിൽ ഒരു വ്യക്തി ഒരു നാടിനുണ്ടാക്കിയ സ്വാധീനം ഒരുപാട് വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കിതാബിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ നിന്നും പഠിക്കുകയും ഉൾക്കൊള്ളുകയും
അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആദ്യം കാണിച്ചു കൊടുക്കണം. അല്ലെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ പറയുന്നതിലേക്ക് സ്വീകരിക്കുകയില്ല. ആളുകൾ പറയും, വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നൊന്നും ചെയ്യുകയില്ല. അല്ലെ, നമ്മൾ അള്ളാഹു ദീനിനെ കുറിച്ച് പറയുന്ന ആള് നല്ല രൂപത്തിൽ ദീനിനോട് ആളുകളോട് സംസാരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹറാമുകൾ, ഒരുപാട് ദീനിന് നിരക്കാത്ത, അല്ല ഒരു ജനങ്ങൾക്ക് മാന്യതക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകൾ ഒരിക്കലും നമ്മൾ ക്ഷണിക്കുന്ന ദീനിലേക്ക് വരികയില്ല. മാത്രമല്ല, ഈ ക്ഷണിക്കപ്പെടുന്ന ഈ ഒരു ദീൻ, ഇവ പറയുന്ന ഈ ഒരു കാര്യം ഇത് തെറ്റാണ്, ഇത് വ്യാജമാണ്, ഇത് യഥാർത്ഥ ദീനല്ല എന്ന് വരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ കാണണം. തൗഹീദിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതിന്റെ റിസൾട്ടായി ഉണ്ടാകുന്ന അമലുകൾ അതും കാണണം. അല്ലെ, തൗഹീദിന്റെ ആളുകളെന്ന് പറഞ്ഞ് ഒരു അമലുമില്ല, നിസ്കാരത്തിനില്ല, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിച്ച പ്രവർത്തനങ്ങളൊന്നും അവനിൽ കാണാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും ഇവന് ഇതെന്ത് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ കേവലം ദർഗയിൽ പോകുകയില്ല അല്ലെങ്കിൽ ഉറുക്ക് കെട്ടുകയില്ല എന്ന കാര്യമല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ അടിസ്ഥാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടത് തന്നെയാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യുന്ന സുന്നത്തിനെ പിൻപറ്റുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം മുന്നിലുണ്ടാകണം. ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ കഠിനമായി പരിശ്രമിക്കണം, നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യണം. നമ്മുടെ സംസാരത്തിൽ അതിൽ നമുക്കുണ്ടാകണം. തൗഹീദിന്റെ റിസൾട്ട് സംസാരത്തിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുമെന്നുള്ള വിശ്വാസം അത് തൗഹീദിൽപ്പെട്ടതാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അതുകൊണ്ട് ഇവരുടെ സംസാരം അത് ഏറ്റവും മാന്യമായ രൂപത്തിൽ സംസാരമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുമെന്നുള്ള വിശ്വാസം അത് തൗഹീദിൽപ്പെട്ടതാണ്. ആ വിശ്വാസം ഒരാൾക്ക് എത്ര കൂടുന്നുവോ അത്ര അനുസരിച്ച് അവന്റെ ഹറാമുകളിലേക്കുള്ള നോട്ടം അത് അവൻ കുറയും, ഇല്ലാതാകും. അവൻ ഏതെങ്കിലും രഹസ്യമായ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ആരും കാണുകയില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് എന്തെങ്കിലും തിന്മ ചെയ്യാൻ അവന് തോന്നുകയാണെങ്കിൽ എത്രമാത്രം തൗഹീദുണ്ടോ അത്രമാത്രം അവൻ അതിൽ നിന്നും രക്ഷപ്പെടും. അതുകൊണ്ട് തൗഹീദ് അത് നമ്മുടെ ജീവിതത്തിൽ കാണണം. എന്നിട്ട് ആളുകളിലേക്ക് ക്ഷണിക്കുകയും വേണം. നിങ്ങൾ ഈ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ആളുകളോട് ക്ഷണിക്കണം, ആളുകളോട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന് മാത്രമേ വരമേൽപ്പിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു സമയത്ത് അവരിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ സത്യസന്ധത കണ്ട് പെട്ടെന്ന് തന്നെ ദീനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അൽഹംദുലില്ലാഹ്. എന്നാൽ അവരിൽ പെട്ട ആളുകൾക്ക് തൗഹീദിനെ ശിർക്കായി പറഞ്ഞു കൊടുക്കാനും ശിർക്കിനെ തൗഹീദായി പറഞ്ഞു കൊടുക്കാനുമുള്ള നേതാക്കന്മാർ അവർക്കുണ്ടാകും. അവർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ ദുർബോധനങ്ങളായിട്ട് നമ്മൾ മുന്നിലേക്ക് വരും. ഇന്നത് ഇങ്ങനെയല്ലേ, ഈ ആയത്ത് കൊണ്ടുദ്ദേശിക്കുന്ന അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനല്ലേ, ഇത് കൊണ്ടുദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യാമെന്നല്ലേ എന്നെല്ലാം അവർ നിങ്ങളോട് സംസാരിക്കാൻ വരും. ആ സംസാരത്തിന് നമുക്ക് അവർക്ക് മാന്യമായ രൂപത്തിൽ നല്ല നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി അവർക്ക് മറുപടി പറയണമെങ്കിൽ നമ്മുടെ അടുക്കൽ ഈ വിഷയത്തെക്കുറിച്ച് ഇൽമുണ്ടായിരിക്കണം. നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിനെ കൈയൊഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ തൗഹീദിന്റെ ആളുകളായിട്ടായിരിക്കും നാട്ടിൽ അറിയപ്പെടുന്നത്. തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായിട്ടൊക്കെ ഒരുപക്ഷെ ജനങ്ങളുടെ മുന്നിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ആ തൗഹീദിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വേണ്ടതുപോലെ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല, വേണ്ടതുപോലെ ആ തൗഹീദിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി തന്നെ ഈ ഒരു കിതാബ് തൗഹീദ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ വ്യത്യസ്ത നാടുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നും ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിലും അതല്ലാത്ത രാജ്യങ്ങളിലും ധാരാളമായ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കാനും തൗഹീദിലുള്ളവർക്ക് അവരുടെ തൗഹീദ് അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹുവിന്റെ സഹായത്താൽ സഹായിച്ചിട്ടുള്ള ഒരു കിതാബാണ് കിതാബ് തൗഹീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഓരോ അധ്യായത്തിലും ഇന്നെന്ത് എനിക്ക് പഠിക്കാനുണ്ട്, ഖുർആനിൽ ഇന്ന ആയത്താണ് സൂചിപ്പിച്ചത്, അതിന്റെ അർത്ഥം ഉദ്ദേശം ഇന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ആ രൂപത്തിൽ ഒരു പഠന രൂപത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു പഠന വിഷയമായി തന്നെ നമ്മൾ കാണുകയും വീടുകളിൽ പോയി ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇതിന്റെ ആരംഭം അതിന്റെ ഒരു ഹെഡിങ് മാത്രമായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ഒരു ആയത്ത് മാത്രമായിരിക്കുമെന്ന് പറയുക. ഈ കിതാബിന്റെ പേര് കിതാബ് തൗഹീദ് എന്നാണ്. തൗഹീദിന്റെ കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രന്ഥം എന്നാണ് അർത്ഥം, അഥവാ എഴുതപ്പെട്ടത് എന്നാണ് അർത്ഥം. മക്തൂബ് എഴുതപ്പെട്ടത്, ഇതൊരു കിതാബാണ്. അങ്ങനെ ധാരാളം കിതാബുകളുണ്ട്. ഈ ഒരു കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു പേരിടാൻ കാരണം തൗഹീദാണ് ഇതിന്റെ പ്രധാന ചർച്ച വിഷയം. അല്ലെ, കിതാബിന് പേരുകൾ ഇടുമ്പോൾ അതിന്റെ ഉൾക്കൊള്ളുന്ന കാര്യത്തെക്കുറിച്ചൊരു സൂചന ഉണ്ടാകും, അതല്ലാതെ എന്തെങ്കിലും ഒരു പേരായിരിക്കും. അദ്ദേഹം കിതാബ് തൗഹീദ് എന്ന പേര് കൊടുക്കാനുള്ള കാരണം തൗഹീദാണ് കിതാബിന്റെ വ്യത്യസ്ത അധ്യായങ്ങളിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് തൗഹീദിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് തൗഹീദ്?
എന്ന് നമുക്ക് അറിയേണ്ടത്. കിതാബ് എന്താണ് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം, അതിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഒരു ചെറിയ ധാരണ, അതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് അറബിയാണ്, അതുകൊണ്ട് ആ വാക്കിന്റെ എന്താണ് ആ വാക്കിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഉത്ഭവം എന്താണ് എന്നുള്ള ചെറിയൊരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഒരുപക്ഷെ നമ്മൾ വലിയൊരു മതവിദ്യാർത്ഥികളൊന്നും ആയിരിക്കുകയില്ല, പക്ഷെ ഇത് നമ്മൾ ഏറ്റവും അസലിയായ അടിസ്ഥാനപരമായ കാര്യമാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മോട് ആദ്യമായി ഉൾക്കൊള്ളാൻ പറഞ്ഞ കാര്യവുമാണ് തൗഹീദ് എന്നുള്ളത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാം. തൗഹീദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അറബി ഭാഷയിൽ ഒരു ക്രിയ വഹദ എന്ന് പറയുന്ന ക്രിയയുടെ അതിന്റെ ഉത്ഭവമാണ് തൗഹീദ് എന്ന് പറയും. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കൽ എന്നാണ് അർത്ഥം. വഹദ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഏകനാക്കി എന്നാണ്, ഏകനാക്കുക, ഒരു കാര്യത്തെ ഏകനാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി, ഏകനാക്കൽ എന്ന് പറയുന്ന പ്രവൃത്തിക്കാണ് തൗഹീദ് എന്ന് പറയുന്നത്. നമ്മളിവിടെ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കൽ എന്നാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. തൗഹീദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കൽ. ശരി, അള്ളാഹുവിനെ ഏകനാക്കണം. എന്തെല്ലാം വിഷയത്തിലാണ് നമ്മൾ അള്ളാഹുവിനെ ഏകനാക്കേണ്ടത്? ഏതൊക്കെ കാര്യത്തിലാണ് അള്ളാഹു ഏകനാണ് നമ്മൾ വിശ്വസിക്കണം? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ നമുക്ക് ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും 3 ഇനങ്ങളാണ്. അതിന് 3 ഇനങ്ങളാണ് അതുള്ളത്. ആ 3 കാര്യത്തിലും അള്ളാഹു ഏകനാണ് എന്ന് നീ പറയലാണ്, നീ അതനുസരിച്ച് മനസ്സിലാക്കലാണ്, വിശ്വസിക്കലാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അവർ പറയുന്നു തൗഹീദിനെ 3ആയി വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് തൗഹീദു അർ-റുബൂബിയ്യ, റുബൂബിയ്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ഏകനാണ് എന്നുള്ള വിശ്വാസം. ആകാശഭൂമികളെ പടച്ചതിലും അതിനെ പരിപാലിക്കുന്നതിലും അതിനെ നിയന്ത്രിക്കുന്നതിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരാൾ പോലും അതിന് സഹായിയായിട്ടില്ല. അതിന് അള്ളാഹു ഏകനാണ്. ഈ കാര്യത്തിൽ, ഈ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകനാണ്. അതാണ് ചുരുക്കി പറഞ്ഞാൽ തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞത്. തൗഹീദുൽ ഉലൂഹിയ്യ, അതാണ് രണ്ടാമത്തേത്. തൗഹീദിന്റെ രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യ. ഇലാഹാണെന്നുള്ള കാര്യത്തിൽ, ആരാധ്യനാണ് എന്നുള്ള കാര്യത്തിൽ, ആരാധനക്കർഹൻ എന്നുള്ള കാര്യത്തിൽ അള്ളാഹു മാത്രമാണ്, ആരാധിക്കപ്പെടാൻ അർഹത മറ്റാർക്കുമല്ല. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി അതിനെ പണ്ഡിതന്മാർ പറയുന്നത് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിന് ധാരാളം നല്ല പേരുകളുണ്ട്, ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഈ നാമങ്ങളും വിശേഷണങ്ങളും അവനോട് പേരൊത്ത ആരുമില്ല. ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അർ റഹ്മാൻ ആണെന്ന് പറഞ്ഞാൽ മറ്റൊരു റഹ്മാൻ ലോകത്തില്ല. അള്ളാഹു അർ റഹീം ആണെന്ന് പറഞ്ഞാൽ അർ റഹീമായി മറ്റാരുമില്ല. അങ്ങനെ എന്തെല്ലാം അള്ളാഹുവിന് നാമങ്ങളുണ്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 99-ലധികം നാമങ്ങളുണ്ട്. ഹദീസിൽ വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ 99 ആരെങ്കിലും കൃത്യമായി പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നുള്ള വാഗ്ദാനമാണ്. നമ്മൾ പരിശോധിച്ചാൽ ധാരാളം ഇസ്മുകൾ അള്ളാഹുവിന് കാണാൻ സാധിക്കും. എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയുകയില്ല. അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ അസ്മാകൾ, പേരുകൾ, അവൻ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ, അല്ലെ അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, അങ്ങനെയുള്ള ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക എന്നതാണ് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ തൗഹീദിന് ഇങ്ങനെ 3 ഇനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ആരാണ് പഠിപ്പിച്ചു തന്നത്? ഇതൊക്കെ ഖുർആനിലുണ്ടോ? ഖുർആനിൽ തൗഹീദ് എന്നുള്ള വാക്കുണ്ടോ? ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തൗഹീദ് എന്നുള്ള വാക്ക് അങ്ങനെ തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഖുർആനിൽ തൗഹീദ് എന്നുള്ള വാക്ക് കാണാൻ സാധിക്കുകയില്ല. അതൊരു ഭാഷാപരമായ കാര്യമാണ്. എന്നാൽ എന്താണോ തൗഹീദ് അത് തന്നെയാണ് ഖുർആൻ മുഴുവൻ. തൗഹീദ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഖുർആൻ മുഴുവനും. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, തൗഹീദുൽ ഉലൂഹിയ്യ, റുബൂബിയ്യ, അസ്മാഉ വസ്സിഫാത്ത്, ഇതാണ് നമ്മൾ ഖുർആനിലെ 1-ാമത്തെ സൂറത്തിൽ കാണുന്നത്. ഖുർആനിലെ അവസാനത്തെ സൂറത്തിൽ കാണുന്നത് ഇത് തന്നെയാണ്. ഖുർആനിനിടയിൽ മുഴുവനും ഇത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ ഈ പറഞ്ഞ തൗഹീദിന് 3 ഇനങ്ങളുമുണ്ട്. നമ്മൾ പാരായണം ചെയ്യുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. റബ്ബുൽ ആലമീൻ, അവനാണ് ലോകങ്ങളുടെ രക്ഷിതാവ്. അള്ളാഹുവാണ് ലോകങ്ങളുടെ റബ്ബ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല റുബൂബിയ്യത്താണ് പറയുന്നത്. ലോകങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അഥവാ അതാണ് തൗഹീദുർ റുബൂബിയ്യ
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ റബ്ബ് എങ്ങനെയാണ് റബ്ബാണ്? അർ-റഹ്മാൻ റഹീം, അങ്ങേയറ്റം കാരുണ്യമുള്ള, കരുണ നിറഞ്ഞിട്ടുള്ള റബ്ബാണ്. അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള റബ്ബാണ്. ഇത് റബ്ബിന്റെ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകളാണ്, അർ-റഹ്മാൻ അർ-റഹീം എന്ന് പറയുന്നത്. ഇതാണ് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞ 3 ഇനങ്ങളിൽ 2 ഇനി മാലിക് യൗമുദ്ദീൻ, ഇതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിന്റെ കാര്യമാണ്. അള്ളാഹുവാണ് യൗമുദ്ദീനിന്റെ അഥവാ പ്രതിഫല ദിവസത്തിന്റെ മാലിക്, ഉടമസ്ഥൻ അള്ളാഹുവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിഫല ദിവസത്തെ എന്ന് പറഞ്ഞത്? അള്ളാഹു ഇന്നത്തെ ഉടമസ്ഥനല്ലേ? ആണ്. ഇന്ന് തന്നെയാണ് ഇന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഉടമസ്ഥൻ. പിന്നെ എന്തുകൊണ്ട് പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു? അതിന്റെ അർത്ഥം ഇന്ന് ബോധ്യമാകാത്ത എല്ലാ ആളുകൾക്കും അന്നേ ബോധ്യമാകും. ഇന്ന് മുസ്ലിമീങ്ങൾക്കേ ബോധ്യമായിട്ടുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് അവൻ ഇറക്കിയിട്ടുള്ള അമ്പിയാക്കൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള കിതാബുകളിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് ഇന്നും അള്ളാഹു തന്നെയാണ് ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നത്, ഈ പറയുന്ന രാജ്യങ്ങളെ ഭരിക്കുന്നതിന്റെ മുകളിൽ ഭരിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് ഇന്ന് തിരിച്ച് അറിഞ്ഞത് മുഅ്മിനീങ്ങൾ മാത്രമാണ്. അമ്പിയാക്കളെ പിൻപറ്റിയ ആളുകൾ മാത്രം, അല്ലാത്ത ആളുകൾക്ക് തിരിഞ്ഞിട്ടില്ല. അവർക്ക് തിരിയാൻ പോകുന്നത് ഈ പ്രതിഫല ദിവസത്തിലാണ്. അന്ന് അവർക്ക് മനസ്സിലാകും ഇതിന്റെ എല്ലാം മുകളിൽ റബ്ബുണ്ടായിരുന്നു, നമ്മുടെ മുകളിൽ റബ്ബുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ദിവസം യൗമുദ്ദീനാണ്, പ്രതിഫലത്തിന്റെ ദിവസമാണ്, ഖിയാമത്ത് നാളാണ്. അതുകൊണ്ടാണ് അതിലേക്ക് ചേർത്തി പറഞ്ഞത് മാലിക് യൗമുദ്ദീൻ. ആളുകൾക്ക് ബോധ്യം വരട്ടെ, ആ യൗമുദ്ദീൻ ഉണ്ട്. അന്നത്തെ മാലിക് അള്ളാഹു ആണെങ്കിൽ ഇന്നും മാലിക് അള്ളാഹു ആണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ, അതിനുശേഷം നമ്മൾ പറയുന്നു മാലിക് യൗമുദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇതിലാണ് തൗഹീദു അൽ ഇലാഹി ഉലൂഹിയ അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ എന്ന് പറയുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നോട് മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറയുന്ന തൗഹീദുൽ ഉലൂഹിയ. അപ്പോൾ സൂറത്തു അൽ ഫാത്തിഹ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അതിൽ തൗഹീദുൽ റുബൂബിയ്യ ഉണ്ട്, തൗഹീദുൽ ഉലൂഹിയ ഉണ്ട്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് ഉണ്ട്. ഇനി അവസാനത്തെ സൂറത്ത് എടുത്തു നോക്കൂ, സൂറത്തു അന്നാസ്. അത് നമ്മൾ അള്ളാഹുവിനോട് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടുകയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് രക്ഷ തേടുന്നു. ജനങ്ങളുടെ രക്ഷിതാവ് എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ റുബൂബിയത്താണ്, റബ്ബ് എന്നാണ് പറഞ്ഞത്. മലിക്കിന്നാസ്, ജനങ്ങളുടെ മലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇലാഹാണെന്ന് പറയുക. ഇത് തന്നെയാണ് തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ. ജനങ്ങൾക്ക് ഇലാഹായി അള്ളാഹു അല്ലാതെ ആരുമില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓരോ സൂറത്തിലും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തൗഹീദുൽ റുബൂബിയയും ഉലൂഹിയയും അസ്മാഉ സിഫാത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതാ സൂറത്തു മറിയമിൽ അതിന്റെ 65-ാമത്തെ ഒരൊറ്റ ആയത്തിൽ തന്നെ തൗഹീദ് അത് 3 തൗഹീദ് ഇങ്ങനെ 3 വേർതിരിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നതിനുള്ള സൂചന കൃത്യമായിട്ടുണ്ട്. സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശവും ഭൂമിയും അതിനിടയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തൗഹീദ് റുബൂബിയ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. എല്ലാത്തിന്റെയും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ഫഅബ്ദുഹു, ആകയാൽ നീ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വസ്തബിർ ലിഇബാദതിഹി, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുക. നല്ലോണം ക്ഷമ വേണം റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ. റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ക്ഷമ വേണം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. തൗഹീദുൽ ഉലൂഹിയാണ് പറഞ്ഞു തരുന്നത്. അവസാനം അള്ളാഹു ചോദിക്കുന്നു, ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത ആരെങ്കിലും നിങ്ങൾക്കറിയുമോ? അവന്റെ പേര് പോലെയുള്ള പേരുള്ള, അവന്റെ വിശേഷണങ്ങൾ പോലെയുള്ള വിശേഷണങ്ങളുള്ള ആരെങ്കിലും അറിയുമോ? അള്ളാഹുവിന്റെ പേരുകൾ വെറും പേരുകളല്ല, മറിച്ച് ആ പേരുകൾക്ക് താല്പര്യങ്ങളുണ്ട്. അള്ളാഹു അർ-റഹ്മാനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവരോടും അങ്ങേയറ്റം കരുണ കാണിക്കുന്നതാണ്. ആ അള്ളാഹുവിന്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ നിഅമത്തുകളെല്ലാം തന്നെ. അഥവാ ഈ ഒരൊറ്റ ആയത്തിൽ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ തൗഹീദുർ റുബൂബിയ പറഞ്ഞു. ആകാശഭൂമികളും അതിനിടയിലുമുള്ള സർവ്വ വസ്തുക്കളുടെയും റബ്ബ്. ഫഅബ്ദുഹു വസ്തബിർ അലൈഹി, നിങ്ങൾ വസ്തബിർ ലിഇബാദതിഹി, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ആ ഇബാദത്തിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുക. തൗഹീദുൽ ഉലൂഹിയ പറഞ്ഞു തന്നു. ഹൽ തഅലമു ലഹു സമീയ, അവനോട് പേരത്ത ആരെങ്കിലും നിങ്ങൾക്ക് അറിയും? ആരുമില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. അഥവാ അസ്മാഉ വസിഫാത്തിൽ അതെല്ലാം തൗഹീദ് ഉണ്ട്, അതിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 തൗഹീദും ഈ ഒരൊറ്റ ആയത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി കിതാബുകൾ എഴുതിയിട്ടുണ്ട്. തൗഹീദിനെ 3
വേർതിരിച്ചത് അത് പാടില്ല, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് മറുപടിയായിട്ട് ഇതല്ലാത്ത ഖുർആനിൽ ഒരുപാട് ആയത്തുകളുമൊക്കെ ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് കിതാബുകൾ എഴുതിയത് കാണാൻ സാധിക്കും. നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഒന്നുകൂടി നമ്മൾ എന്താണ് ഈ തൗഹീദ് റുബൂബിയ്യ, ഉലൂഹിയ്യ, അസ്മാഇ വസിഫാത്ത് എന്ന് മാത്രം ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. തൗഹീദ് റുബൂബിയ്യ നമ്മൾ നേരത്തെ പറഞ്ഞു സഹോദരങ്ങൾ. തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഉടമപ്പെടുത്തുന്നത്. മൂന്ന് കാര്യങ്ങളാണ് റുബൂബിയ്യത്തിൽ. ഒരാൾ റബ്ബാണ് എന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ അയാളിലുണ്ടായിരിക്കണം. ഒന്ന്, ഒരു കാര്യത്തിന്റെ റബ്ബാണെന്ന് ഒരാൾ പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞു അള്ളാഹു റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ, ആകാശഭൂമികളുടെ റബ്ബാണ്, അതിനിടയിലുള്ള മുഴുവൻ കാര്യത്തിന്റെയും റബ്ബാണ്. എങ്കിൽ അയാൾ ഖാലിഖായിരിക്കണം, അതിനെല്ലാം സൃഷ്ടിച്ചത് റബ്ബായിരിക്കണം. ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ചത് റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഖാലിഖാണ്, സകല വസ്തുക്കളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്, എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. അള്ളാഹു അൽ ഖാലിഖാണ്. ഇനി സൃഷ്ടിച്ചങ്ങനെ വെറുതെ വെക്കുകയല്ല, സൃഷ്ടിച്ചതിനെ ഉടമപ്പെടുത്താതെയല്ല. അള്ളാഹു അൽ മാലിക്കാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, എല്ലാത്തിന്റെയും അധികാരമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന്റെ അധികാര പരിധിയിൽ ഇല്ലാത്ത ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, അള്ളാഹുവിനാകുന്നു ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യം, അതിന്റെ എല്ലാം നിയന്ത്രണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു ഇതാ മറ്റൊരിടത്ത് ചോദിക്കുന്നു ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, ഓ പറയുക നബിയെ പറയുക, ആരുടെ കയ്യിലാണ് എല്ലാത്തിന്റെയും മലക്കൂത്തുള്ളത്, എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള മുൽക്കുള്ളത് ആരുടെ കയ്യിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനെയും സൃഷ്ടിക്കുക എന്ന് മാത്രമല്ല, അതിനെല്ലാം ഉടമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗുണം ആർക്കാണുള്ളത്? ഈ ഗുണമുള്ള ആരെങ്കിലും ഭൂമിയിലുണ്ടോ? ഇല്ല. ഒരുപക്ഷെ ആളുകൾ പറഞ്ഞേക്കാം ഇന്നയാൾ ഇന്നതിനെ സൃഷ്ടിച്ചു, ഇന്നയാൾ ഇന്നതുണ്ടാക്കി, ഇന്ന വ്യക്തി റേഡിയോ കണ്ടുപിടിച്ചു അതുണ്ടാക്കി, ഇന്ന വ്യക്തി ഇന്ന ഉപകരണം കണ്ടുപിടിച്ചു അവനുണ്ടാക്കി. ശരി, ഉണ്ടാക്കി. എവിടുന്നാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വസ്തുക്കളിൽ നിന്നല്ലാതെ ഇവരെന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും? അതിലെന്തെങ്കിലും അങ്ങോട്ട് ഒരാളൊരു വീടുണ്ടാക്കിയെന്ന് പറയും, എവിടുന്നാണ് ഈ വീടുണ്ടാക്കിയത്? ഇതിന്റെ കല്ലുകൾ അവൻ എവിടുന്ന് കിട്ടി? ഇതിന്റെ മണ്ണ് എവിടുന്ന് കിട്ടി? ഇതിനു വേണ്ടി അവൻ ഉണ്ടാക്കിയിട്ടുള്ള സിമന്റുകൾ എവിടുന്ന് കിട്ടി? ഇതിന്റെ കമ്പികൾ എവിടുന്ന് കിട്ടി? അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഇവരൊരു കാര്യം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. ഇനി ഈ പറഞ്ഞ വ്യക്തി ആരാണ് ഉണ്ടാക്കിയത്? ഈ ഉണ്ടാക്കിയ എഞ്ചിനീയറെ അല്ലെങ്കിൽ ഈ ഉണ്ടാക്കിയ ഉടമയെ അവരെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു വ്യക്തി അള്ളാഹു തന്നെ നേരത്തെ പടച്ചു വെച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ എടുത്ത് അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത റിസ്ക് തിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവൻ അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി സൃഷ്ടിച്ച ഒരു ഭവനം, ഇനി ഒരു കാറുണ്ടാക്കിയ ഇതേ അവസ്ഥയാണ്. അതിനു വേണ്ട ഇരുമ്പുകൾ, അതിനു വേണ്ട പ്ലാസ്റ്റിക്കുകൾ, ഇതെല്ലാം ഭൂമിയിൽ നേരത്തെ ഉള്ളതാണ്. അവൻ ശൂന്യതയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളതല്ല. അപ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതല്ലാതെ മനുഷ്യൻ എന്തുണ്ടാക്കിയാലും അത് അള്ളാഹു ഉണ്ടാക്കിയതിനെ പിടിച്ച് അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് അവൻ എന്തോ ഉണ്ടാക്കി എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇനി ശരി, മുൽക്ക് ആലോചിച്ച് നോക്കൂ. ആളുകൾക്ക് പല കാര്യങ്ങളും അവന്റെ കയ്യിലുണ്ടാകും. എന്റെ കാറാണ്, എന്റെ വീടാണ്, എന്റേതാണ്, എന്റെ പറമ്പാണ്, അങ്ങനെ പല അധികാരവും പറയുന്നുണ്ടാകും. ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് ഒരുപാട് ന്യൂനതകൾ ആ മുൽക്കിലുമുണ്ട്. ആ ഒരു ആധിപത്യം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ന്യൂനതയുണ്ട്. ഒന്ന്, നേരത്തെ ഇത് ഇവന്റേതായിരുന്നില്ല, ഇവന് പിന്നീട് കിട്ടിയതാണ്. ഇനി ഇത് ഇവനിൽ നഷ്ടപ്പെടാൻ അധികം താമസമൊന്നും വേണ്ട. അത് നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എത്ര വലിയ കോടിപതിയായാലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റേതല്ലാതായി, ആരും ഇത് കബറിലേക്ക് കൊണ്ടുപോകുന്നില്ല. വളരെ കുറഞ്ഞ കാലത്ത് അവന് കിട്ടുന്ന, ഇനി ഇവന്റെ ആധിപത്യത്തിലുള്ള കാര്യത്തിൽ ഇവന് പൂർണ്ണ അധികാരമുണ്ടോ? ഇല്ല. അവനെ ഉടമപ്പെടുത്തുന്ന ഒരു കാറ് അത് ചിലപ്പോ ഇവന്റെ നിയന്ത്രണത്തിൽ പോലും നിൽക്കൂല, അത് അതിന്റെ വഴിക്ക് ചിലപ്പോൾ പോകും. ഇവൻ ഉടമപ്പെടുത്തുന്ന പറമ്പ് അല്ലെങ്കിൽ ഇവനെ ഉടമപ്പെടുത്തുന്ന വീട് അത് ഇവന്റെ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിൽ നിന്ന് വിചാരിച്ചാൽ അത് നശിക്കണമെങ്കിൽ അത് നശിച്ചു പോകും, അത് ഇല്ലാതായി പോകണമെങ്കിൽ ഇല്ലാതായി പോകും. അപ്പൊ അവന് പൂർണ്ണമായ ഒരു മുൽക്ക്, പൂർണ്ണമായ ഒരു ആധിപത്യം അതിന്റെ മുകളിലില്ല. അവനത് പൂർണ്ണമായതില്ല. അള്ളാഹു കൊടുത്തതിൽ നിന്നുള്ള ചെറിയൊരു ആധിപത്യം വളരെ കുറഞ്ഞ കാലം, അത് തന്നെ ഒരു പൂർണ്ണമല്ലാത്ത രൂപത്തിൽ അപൂർണമായ രീതിയിൽ മാത്രമേ അവനുള്ളൂ. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അതുപോലെ തന്നെ അള്ളാഹു അതിന് തദ്ബീറാണ്, മുദബ്ബിറാണ്. അള്ളാഹു ഇതിനെല്ലാം ഉടമപ്പെടുത്തുകയും ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെന്ത് സംഭവിക്കണം, എങ്ങനെ സൂര്യൻ ചലിക്കണം, എങ്ങനെ ചന്ദ്രൻ ചലിക്കണം, എപ്പോൾ മഴ പെയ്യണം,
എപ്പോൾ പെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇതിനെ മുഴുവനും നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ഓ നബിയെ, മക്ക മുശ്രിക്കുകളോട് ചോദിക്കുക, ആരാണ് ആകാശഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും റിസ്ക് നൽകുന്നത്, ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ, കണ്ണുകളെയും കാതുകളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനില്ലാത്ത വസ്തുക്കളെ അതിൽ നിന്നും ജീവൻ കൊണ്ടുവരുന്നത് ആരാണ്? അല്ലെ, നാം കാണുന്ന സസ്യലതാദികളും എല്ലാം തന്നെ ഒരു കാലത്ത് ഒരു ജീവനില്ലാത്തതായിരുന്നു. അത് വിത്തുകൾ, ജീവനില്ലാത്ത വിത്തിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. നമ്മളാകട്ടെ ജീവനില്ലാത്ത ഇന്ദ്രിയ തുള്ളികളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഗർഭപാത്രത്തിൽ 4-ാം മാസത്തിൽ മാത്രമാണ് നമുക്ക് ജീവൻ തന്നെ ലഭിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ജീവനില്ലാത്തതിനും ജീവനുള്ളതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി ജീവനുള്ള വസ്തുക്കളെ, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾ, അതിനെ അല്ലാഹു മരിപ്പിക്കുകയും ചെയ്യുന്നു. വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? മക്ക മുശ്രിക്കുകൾക്ക് ഈ വിശ്വാസമുണ്ട്. ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹു പറയുന്നു അവരത് അല്ലാഹു ആണെന്ന് പറയും. ഫഖുൽ അഫലാ തത്തഖൂൻ, എന്നിട്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ശരി, നമ്മളിവിടെ പറഞ്ഞു വന്നത് റബ്ബ് എന്ന് പറയുന്നത് ഖാലിഖായിരിക്കണം. ഒരു കാര്യത്തിന്റെ റബ്ബ്, ഭൂമിയുടെ റബ്ബ്, വസ്തുവിന്റെ റബ്ബിയാണെന്ന് പറഞ്ഞാൽ അത് ഖാലിഖായിരിക്കണം. അതിന് സൃഷ്ടിച്ചവൻ തന്നെ ആയിരിക്കണം. സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഇതുണ്ടാകണം. ഇതെല്ലാമുള്ള ആൾക്കാണ് റബ്ബ് എന്ന് പറയുകയുള്ളൂ. എന്നാൽ ഇത് ഈ തൗഹീദ് റുബൂബിയ ഇതൊരാൾ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് അവന് മുവഹിദ് എന്ന് പറയുമോ? ഒരിക്കലുമില്ല. മുവഹിദ് അഥവാ തൗഹീദിനെ സ്ഥിരീകരിക്കുന്നവൻ, അതാണ് മുവഹിദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞു വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കി. അങ്ങനെ ഏകനാക്കുന്ന വ്യക്തിക്കാണ് അറബിയിൽ പറയുക മുവഹിദുൻ, ഏകനാക്കുന്നത്. അങ്ങനെ ഏകനാക്കുന്ന വ്യക്തി കേവലം ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഏകനാക്കിയാൽ അവൻ മുവഹിദ് എന്ന് പറയുകയില്ല. ഈ 3 ആക്കണം. തൗഹീദ് റുബൂബിയ, അള്ളാഹു ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണെന്ന് ഒരാള് വിശ്വസിച്ചാൽ അവനെ മുവഹിദ് എന്ന് വിളിക്കുകയില്ല. അങ്ങനെ വിളിക്കണമെങ്കിൽ നമ്മൾ അബൂജഹൽ ഒരു മുവഹിദായിരുന്നു, അതുപോലെ തന്നെ അബൂ താലിബ് മുവഹിദായിരുന്നു. മക്ക മുശ്രിക്കുകളിൽ പെട്ട മുസ്ലിങ്ങൾക്കെതിരെ പോരാടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കിയ, ഉപദ്രവിച്ച ആളുകളെ മുവഹിദ് എന്ന് വിളിക്കേണ്ടി വരും. കാരണം അവർ ഈ തൗഹീദ് റുബൂബി അംഗീകരിക്കുന്നുണ്ട്. തൗഹീദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. പല ആളുകളുടെയും വിചാരം നമ്മൾ തൗഹീദ് റുബൂബി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുവഹിദായി, നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടു എന്നാണ്. ഒരിക്കലുമല്ല. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നബിയോട് ചോദിക്കാൻ വേണ്ടി, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ആ മക്ക മുശ്രിക്കുകളോട് ചോദിക്കൂ നബിയെ. അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അത് മക്ക മുശ്രിക്കുകൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ലാത്തയാണെന്നോ ഇസ്സയാണെന്നോ മനാത്തയാണെന്നോ അല്ലെ ഇബ്രാഹിം നബിയാണെന്നോ എന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവരുമല്ല. ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന അവരുടെ ഒരു തന്ത്രമാണ് മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അള്ളാഹുവിനെ അറിയിക്കാൻ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പും അള്ളാഹു ആരാണ് എന്നുള്ളത് മക്ക മുശ്രിക്കുകൾക്ക് അറിയാം. പക്ഷെ അള്ളാഹു അല്ലാത്ത ആളുകൾക്കും അവർ പ്രാർത്ഥന കൊടുത്തു, അള്ളാഹു അല്ലാത്ത ആളുകൾക്കും അവർ ഇബാദത്ത് ചെയ്തു എന്നതാണ് അവരുടെ പ്രശ്നം. കാബ സൃഷ്ടിച്ചത്, കാബ അള്ളാഹുവിന്റെ ഭവനമാണെന്ന് അവർക്കറിയാം. അബ്രഹത്തിന്റെ പട യമനിൽ നിന്നും കാബയെ തകർക്കാൻ വരുന്ന സമയത്ത് അവിടുത്തെ മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്, റബ്ബേ നിന്റെ ബൈത്താണ്, നീ തന്നെ ഇതിനെ സംരക്ഷിക്കണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയോ കപ്പലുകളിൽ പോകുന്ന സമയത്ത് മക്ക മുശ്രിക്കുകൾ യാത്രക്ക് വേണ്ടി കപ്പലുകളിൽ പോകും. കപ്പലുകളിൽ പോകുമ്പോൾ കപ്പൽ മറിഞ്ഞു പോകാൻ പാകത്തിലുള്ള വലിയ വലിയ തിരമാലകൾ വരും. ആ സമയത്ത് അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് നാം പറഞ്ഞത് നിങ്ങൾ ഈ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നു, വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന, കൂരിരുട്ട് പോലെയുള്ള തിരമാലകൾ അവർക്ക് നേരെ വന്നാൽ, മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞാണ്, സഹാബത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ദഅു അല്ലാഹ, അവർ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യും, ദുആ ചെയ്യും. എങ്ങനെ? വെറുതെ ദുആ എന്നല്ല അല്ലാഹു പറഞ്ഞു, മുഖ്ലിസീന, ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസോടുകൂടി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹനെ മാത്രം വിളിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരാളെയും പങ്കു ചേർക്കാതെ മുഖ്ലിസീങ്ങളായിട്ട് അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യുന്ന അവസ്ഥ മക്ക മുശ്രിക്കുകൾക്കുണ്ട്. അപ്പോൾ അവരങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? കപ്പലുകളിൽ അത് മറിഞ്ഞു പോകും, മരണം മാത്രമാണ് മുന്നിൽ എന്ന് കണ്ടാൽ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തൗഹീദ് റുബൂബിയ അംഗീകരിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ
ഇങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മുഴുവൻ നേരവും റബ്ബിനോട് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തൗഹീദ് റുബൂബിയ്യ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ഭൂരിഭാഗം മനുഷ്യന്മാരും ഇത് അംഗീകരിക്കുന്നവരാണ്. ഇത് അംഗീകരിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ആ ഒരു ചലനങ്ങളൊക്കെ കാരണം നമ്മൾ വിചാരിക്കും ലോകത്ത് കൂടുതൽ നിരീശ്വരവാദി. അങ്ങനെയല്ല. നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ആളുകൾ അതിന്റെ ശതമാനം നോക്കിയാൽ, വിശ്വാസികളെ വെച്ച് നോക്കിയാൽ വളരെ കുറവാണ്. അത്രയും കുറഞ്ഞ ആളുകളെ ഉള്ളൂ. ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നു ഇവരാണ് ഇപ്പോൾ ലോകം ഭരിക്കുന്നല്ല. അങ്ങനെയുള്ള ആളുകളല്ല. ഏത് വിശ്വാസത്തിലായാലും ഒരു റബ്ബുണ്ട് എന്നുള്ള വിശ്വാസം എല്ലാ മതക്കാർക്കും ഉണ്ട്. കാരണം അത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വെറുതെ ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്ത ഓരോ മനുഷ്യനുണ്ട്, അല്ലെ? മനുഷ്യൻ അള്ള ബുദ്ധി തന്നിട്ടില്ലേ? ഇവിടെ ഒരു കിതാബ് മുന്നിലുണ്ട്, ഇതിപ്പോ വെറുതെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. നിങ്ങൾ പറയും ഇത് പ്രിന്റ് ചെയ്യാൻ ഇതിൽ ഒരുപാട് പണിയെടുത്ത ആളുകളുണ്ട്, ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്താകട്ടെ, ഒരു വീട് ഇത് വെറുതെ ഇപ്പോ ഈ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വീട് ഇങ്ങനെ മുളച്ചു വന്നതാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് വിഡിത്താണ് ഇവൻ പറയുന്നത് എന്ന് പറയും. എന്നാൽ ഈ ആകാശഭൂമികളും ഇതിലുള്ള സൂര്യനും ചന്ദ്രനും ഇതൊക്കെ വെറുതെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം പോയത്തമുള്ള വിഡിത്തമുള്ള ആളുകൾ അത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ദുനിയാവ് ആസ്വദിക്കണം, അതിനുവേണ്ടി റബ്ബിനെ നിഷേധിക്കണം, റബ്ബിന്റെ നിയമങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരുണ്ടാക്കിയൊരു വഴി. അതല്ലാതെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കറിയാം ഇതിനൊക്കെ മുകളിൽ ഒരാളുണ്ട്, അല്ലെ? എല്ലാവരും പറയുന്ന കാര്യമാണത്. പക്ഷെ ആ മുകളിലുള്ള ആളെ വേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. ചില ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കിയില്ല. ഇനി ആരാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ വേണ്ടതുപോലെ അവരെ മാത്രം ഇബാദത്ത് ചെയ്തില്ല. അതിലൊക്കെയാണ് കഴിച്ചു പോയിട്ടുള്ളത്. അഥവാ നാം പറഞ്ഞു വന്നത് ഈ ഒരു റുബൂബിയത്ത് ഇത് ഭൂരിഭാഗം മനുഷ്യന്മാരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു മഖ്ലൂക്ക് ഉണ്ടെങ്കിൽ അതിനൊരു ഖാലിഖ് ഉണ്ടാകും. ഒരു കാര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സൃഷ്ടിച്ച ഒരാളുണ്ടാകുമെന്നുള്ളത് താല്പര്യമാണ്, അത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള എല്ലാവർക്കും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ശുദ്ധ പ്രകൃതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, അവരാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള വിശ്വാസം. അത് ചില ആളുകൾ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അത് ഇന്ന ദൈവമാണ്, ഇന്നതാണ് എന്നൊക്കെ അവർ പല പേരുകളും വിളിക്കും, അല്ലെ? പക്ഷെ ആ പറയുന്നതിന് അവരുടെ കയ്യിൽ തന്നെ യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ്. അവരുടെ ഇതിനെ യാതൊരു, അള്ളാഹു ചോദിച്ചതുപോലെ ഒരു കിതാബും ഒരു ബുർഹാനും ഒരു ഗ്രന്ഥത്തിലോ ഇല്ല, ഒരു തെളിവോ അവർക്ക് അത് പറയുന്നതിന് അവരില്ല. അവരവരുടെ ദേഹേച്ഛകളെ, കേട്ടുകേൾവികളെ, പൂർവ്വപിതാക്കളെ മാത്രം വെച്ചുകൊണ്ട് പറയുന്ന ആളുകളാണ്. അപ്പൊ തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി തൗഹീദുൽ ഉലൂഹിയ്യ, ഇതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കാ മുശ്രിക്കുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യം. തൗഹീദുൽ ഉലൂഹിയ്യ അവർ അംഗീകരിക്കാൻ തയ്യാറേ അല്ല. അഥവാ ഇലാഹ് അള്ളാഹു മാത്രമാണ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്നത് അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാം, പക്ഷേ നമുക്കങ്ങനെ അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. നമുക്ക് കുറച്ച് ശുപാർശകരെ വേണം. അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട സാലിഹ്യങ്ങളായ ആളുകൾ നമുക്ക് വേണം. അവരോട് നമ്മൾ പ്രാർത്ഥിക്കും. എന്നിട്ട് നമുക്ക് ഭൗതികവും ആഖിറത്തുമായ കാര്യങ്ങൾ അവർ നമുക്ക് നടത്തി തരും. അവർ അള്ളാഹുവിനോട് പറയും. ഇത് മക്കാ മുശ്രിക്കുകൾ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. അവർ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ അതിനെ വിശ്വസിച്ചിരുന്നു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവോടാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് നിങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല. അവർക്കതിന് കഴിവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്. അങ്ങനെ ഒരു കാര്യത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളൂ. അതല്ലാതെ മഖ്ലൂക്കുകളായ സൃഷ്ടിക്കപ്പെട്ട എല്ലാം ഒരുപാട് ന്യൂനതകളുള്ള ഒന്നിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ അതിന് അർഹതയില്ല. അതുകൊണ്ട് അവരോട് ദുആ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കലാണ്. ചില ആളുകൾ അവർ പറയുന്നതാണ് മക്കാ മുശ്രിക്കുകൾ മുശ്രിക്കായത് അവര് അള്ളാഹിനെ അംഗീകരിക്കാത്തതുകൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ട് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്, അള്ളാഹുവാണ് ആകാശഭൂമികൾ സൃഷ്ടിക്കുക എന്നൊക്കെ ധരിച്ചിരിക്കുന്ന പാവങ്ങൾ. യഥാർത്ഥത്തിൽ നേരത്തെ ആയത്ത് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നവർക്കറിയാം. പക്ഷേ അവർ അറബികളാണ്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ അംഗീകരിക്കാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ് എന്നുള്ളത് അന്ന് മുശ്രിക്കായിരിക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിർക്കൽ രാജാവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആ രാജാവ് ചോദിച്ചു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹു അല്ലാത്ത ആളുകളോട് ഇബാദത്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറയുന്നത് കേട്ട് അനുസരിക്കരുത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം എന്നുള്ളത് അവർക്കറിയാം.
അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. ഈ പറയുന്ന സ്വാലിഹ്യങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ല. ലാത്ത എന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട ഒരു വ്യക്തിയല്ല. ലാത്തയെ കുറിച്ച് ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു സാലിഹായ വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി ഇരുന്നിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഓർക്കുന്നതിന് വേണ്ടി ഇവരെന്തുണ്ടാക്കി, ചെറിയ വിഗ്രഹം ഉണ്ടാക്കിയതാണ്. ഇനി അങ്ങനെ ഓരോരുത്തരും എടുത്തു നോക്കിയാൽ മരങ്ങളെ ആരാധിക്കുന്ന സമയത്ത് ആ മരത്തിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു സാലിഹായ വ്യക്തി ഇരുന്നിട്ടുണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെയാണ് അവർ മരത്തിനെ ആരാധിക്കുന്നതിലേക്ക് എത്തുന്നത്, കല്ലുകൾ ആരാധിക്കുന്നതിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് അത്. വല്ലാത്തിന്റെയും പിന്നിൽ ഇന്ന് പല ആളുകളും ഷിർക്കിൽപ്പെട്ട് അതിനേക്ക് തെറ്റിപ്പോയ പല കാരണങ്ങളും അന്നും അവർക്കുണ്ടായിരുന്നു. അത് മക്കാ മുശ്രിക്കുകൾ അതേ വിശ്വാസം തന്നെയാണ് ഷിർക്കിലെത്തിയിരിക്കുന്ന പല ആളുകൾക്കും ഇന്നുമുള്ളത് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എന്താണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ, ഇലാഹായി സ്വീകരിക്കാനുള്ള കാരണം? അള്ളാഹു പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് ഇബാദത്ത് ചെയ്യുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അതുകൊണ്ട് അള്ളാഹുവിന് അവർക്കൊരു ഉപകാരമോ ഉപദ്രവമില്ല. എന്നിട്ട് അവർ ന്യായം പറയുന്നതോ വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശകരാണ് ഇവർ, നമുക്ക് നേരിട്ട് പറയാൻ സാധിക്കുകയില്ല. ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹ് എന്നാണ് അവർ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. നമ്മൾ പറയുകയല്ല, നമ്മൾ ഏതെങ്കിലും കിതാബ് എടുത്ത് വായിക്കല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. മക്കാ മുശ്രിക്കുകൾ പറയും, ഈ അവർ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശകരാണ് എന്നാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ മക്കാ മുശ്രിക്കുകൾ പറയുകയാണ്, അവർ പ്രാർത്ഥിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ ഇന്നും സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ശുപാർശകരോട് ചോദിക്കുന്നത് അവരെ ഇലാഹാക്കലാണ് എന്നുള്ള ബോധ്യം മക്കാ മുശ്രിക്കുകൾക്കുണ്ട്. കാരണം നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ ഇലാഹാണ്. നമ്മൾ ഒരാളോട് ഇബാദത്ത് ചെയ്താൽ പ്രാർത്ഥന ഒരു ഇബാദത്താണ്. ഒരാളെ നമ്മൾ ഇബാദത്ത് ചെയ്താൽ അയാൾ നമ്മുടെ ഇലാഹായി. അപ്പൊ ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. അങ്ങനെ ഒരുപാട് ഇലാഹുകൾ ഉണ്ടാകാം, അതിൽ തെറ്റില്ല എന്നാണ് മക്കാ മുശ്രിക്കുകൾ കരുതിയിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇലാഹുകൾ ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അറിയുന്ന മക്കാ മുശ്രിക്കുകൾ അതിന് തയ്യാറായില്ല. ഇനി എന്താണ് ഈ പറയുന്നത്? ഈ പറയുന്ന സാലിഹ്യങ്ങളെയും ഔലിയാക്കളൊക്കെ ഒഴിവാക്കി എല്ലാം അള്ളാഹിനോട് നേരിട്ട് ചോദിക്കണമോ? അതിന് സാധിക്കുകയില്ല എന്നാണ് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. എന്നാൽ ഇന്ന് ആളുകൾക്ക് ഏതകരം, അവർക്ക് ഭാഷയും അറിയുകയില്ല, ഇതിന്റെ അർത്ഥവും അറിയുകയില്ല, ഖുർആനും അവർ മനസ്സിലാക്കിയിട്ടില്ല, ഖുർആൻ പഠിക്കുന്നതിൽ നിന്നും അവർ അതിൽ നിന്നും തടയപ്പെട്ടു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് അറിയില്ല, തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുകയും ചെയ്യും. അതേ നാവ് കൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് കാക്കണമേ, മമ്പുറത്ത് തങ്ങളെ കാക്കണമേ എന്നതിന് നേരെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളും വാക്കുകളും അവരിലുണ്ടാവുകയും ചെയ്യും. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കി എത്ര പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. അതുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മുടെ ഇലാഹ്, മറ്റാർക്കും അതിന് അർഹതയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാകളിലും സിഫാത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം, അതെല്ലാം അല്ലാഹുവിന് ഉള്ളതാണെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന് ധാരാളം ഇസ്മുകളുണ്ട്. അള്ളാഹു അർ റഹീമാണ്, അള്ളാഹു അസ്സമീആണ്, അള്ളാഹു അൽ അലീമാണ്, അള്ളാഹു അൽ ബസീറാണ്, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, അങ്ങേയറ്റം കരുണയുള്ളവൻ. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെ പോലെ ആരുമില്ല. ഹൽ തഅലമു ലഹു സമീയ, അവനോട് വേറൊത്ത ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോൾ ഈ ഒരു കാര്യത്തിലെല്ലാം എല്ലാം കേൾക്കുന്ന ആരാളുള്ളത്? ആരുമില്ല. നമുക്ക് കേൾക്കാൻ ഈ ഒരു ചുറ്റളവിലേ കേൾക്കാൻ പറ്റുകയുള്ളൂ. അത് തന്നെ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന അത്ര. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശം മുകളിൽ നിന്നും ഏതൊരു വ്യക്തി അതവന്റെ മനസ്സിൽ പറഞ്ഞാൽ പോലും അവന് നാവ് ചലിക്കണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്, അവൻ ചിന്തിക്കുന്നത് അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന മറകൾ അവനൊരു മറയല്ല, അവൻ കാണാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. എന്നാൽ ഇതിലും ഒരുപാട് കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ തൗഹീദും അസ്മാഇ വസ്സിഫാത്ത് പഠിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേരുകൾ അത് അവന് യോജിക്കുന്ന രൂപത്തിലാണ്, മനുഷ്യന്മാരുടേത് പോലെയല്ല. അള്ളാഹുവിന് ഇന്ന കാര്യങ്ങളുണ്ട്, അള്ളാഹുവിന് സംസാരമുണ്ട്, അള്ളാഹുവിന് സംസാരമാണ് കലാം. എന്നാൽ നമ്മളെ സംസാരം പോലെയല്ല അള്ളാഹുവിന്റെ സംസാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ യോജിക്കുന്ന രൂപത്തിൽ അവൻ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രാത്രിയുടെ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അത് അവന് യോജിക്കുന്ന രൂപത്തിലാണ്. അത്തരം കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക്
നമ്മൾ യോജിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ യോജിക്കുന്ന രൂപത്തിൽ അവന്റെ പ്രവർത്തനമുണ്ട്. അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് അതുപോലെ തന്നെ വജുഹുണ്ട്. ഇതെല്ലാം അവന് യോജിക്കുന്ന രൂപത്തിലാണ്. മനുഷ്യന്മാരുടെ മുഖം പോലെയല്ല അള്ളാഹുവിന്, മനുഷ്യന്മാരുടെ കൈ പോലെയല്ല അള്ളാഹുവിന്റെ കൈ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ആരുമില്ല. എന്നാൽ വഹുവ സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനുമാണ്, അള്ളാഹു എല്ലാം കാണുന്നവനും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചു തരികയാണ്. അഥവാ അള്ളാഹു സമീഉം ബസീറൊക്കെ തന്നെയാണ്. അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. പക്ഷേ അവനെ പോലെ ആരുമില്ല. അള്ളാഹു അവർ യോജിക്കുന്ന രൂപത്തിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത്. നമ്മളെ പോലത്തെ കേൾവിയല്ല, കുറവുള്ള കേൾവിയല്ല, ദുർബലമായ കേൾവിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ യോജിക്കുന്ന രൂപത്തിൽ കേൾക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ യോജിക്കുന്ന രൂപത്തിൽ കാണുന്നവനാണ്. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നുള്ളതിന്റെ ചുരുക്കം. ഇത് നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അഥവാ തൗഹീദിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഈ തൗഹീദിന്റെ 3 വിഭജനങ്ങൾ ഇത് പഠിക്കുക എന്നുള്ളത്. ഈ ഒരു കിതാബിലുടനീളം നമ്മൾ പറയുന്ന തൗഹീദ് ഈ 3-ൽ ഒന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. നമ്മളതിന്റെ ചില അധ്യായങ്ങളിൽ തൗഹീദുൽ ഉലൂഹിയ, അതാണ് നമ്മൾ ആദ്യമായി പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. നമ്മൾ പറഞ്ഞ തർത്തീബ് റുബൂബിയ, ഉലൂഹിയ, അസ്മാഇ വസിഫാത്ത് ആണെങ്കിലും റുബൂബിയ ചർച്ച ചെയ്യുന്ന ഒരു കിതാബ് അല്ല ഇത്. കാരണം തർക്ക വിഷയം ആളുകൾക്ക് തെറ്റിപ്പോകുന്നത് റുബൂബിയത്തിലല്ല. നമ്മൾ പറഞ്ഞ ലോകത്തിലുള്ള അധികം ആളുകൾ മക്ക മുശ്രിക്കുകൾ പോലും റുബൂബിയത്തിൽ അംഗീകരിച്ചു, ഉലൂഹിയത്തിലാണ്, ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലാണ്. അപ്പൊ ധാരാളം ഇബാദത്തുകളുണ്ട്. അപ്പൊ ഓരോ ഇബാദത്തിലും ഇന്നതൊക്കെ പറഞ്ഞാൽ ശിർക്ക് വരാം, ഇന്നൊക്കെ പ്രവർത്തിച്ചാൽ ശിർക്ക് വരാം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഒരല്പം അസ്മാഉ വസിഫാത്തും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തത്തിൽ തൗഹീദ് കൊണ്ടൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ പഠനം കൊണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും നാടുകളിലും ഒരു മാറ്റം ഉണ്ടാകണം. ആ ഒരു രൂപത്തിൽ ഒരു പഠിക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നമ്മളിതിനെ കാണണമെന്ന് ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.